Good evening, ma'am. Good evening. Good evening, ma'am. Good evening, miss. Good evening. Good evening. Good evening, ma'am. Good evening. Good evening, ma'am. Good Good evening. evening, ma'am. Good evening. മഴയൊക്കെ ആയതുകൊണ്ടാണോ കുറെ പേരൊന്നും കാണുന്നില്ലല്ലോ? കറണ്ട് ഇല്ല, അതൊക്കെ ഇഷ്യൂസ് ഉണ്ടോ? ഓക്കെ, നമുക്ക് പ്രെയർ സ്റ്റാർട്ട് ചെയ്യാം. പ്രേയറിന് ശേഷം നമുക്ക് ക്ലാസ് ലൈക്ക് നിങ്ങൾ ഈ പാർട്ട് 2 പഠിക്കുന്ന സമയത്ത് ഡെവലപ്മെന്റ് സ്റ്റേജസ് എല്ലാം ഒരുമിച്ച് ലിങ്ക് ചെയ്ത് പഠിക്കണം. നമ്മൾ ഇമോഷണൽ, കോഗ്നിറ്റീവ്, ലാംഗ്വേജ്, സോഷ്യൽ അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ, അതെല്ലാം ലിങ്ക് ചെയ്ത് പഠിക്കുക. പിന്നെ സൈക്കോളജി, എഡ്യൂക്കേഷണൽ സൈക്കോളജി, പിന്നെ ഡിഫൻസ് മെക്കാനിസം, ഇനിയുള്ള ചാപ്റ്റേഴ്സ് അതും പരസ്പരം ലിങ്ക് ചെയ്ത് പഠിക്കണം. കാരണം എഡ്യൂക്കേഷണൽ സൈക്കോളജിയിലേക്ക് വരുമ്പോൾ സൈക്കോളജിയിലെ കുറച്ച് കാര്യങ്ങൾ വേണ്ടി വരും. ഡിഫൻസ് മെക്കാനിസത്തിലേക്ക് വരുമ്പോഴും സൈക്കോളജിയുടെ കുറെ ഭാഗങ്ങൾ വരും. ഇനി ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എടുക്കാനുണ്ട്, അപ്പോഴും കുറെ കാര്യങ്ങൾ സൈക്കോളജി റിലേറ്റഡ് ചെയ്ത് പറയേണ്ടതായിട്ടുണ്ടാവും. എല്ലാം ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കും. ഓക്കെ, പ്രേയറിന് ഇന്ന് ആരാ റെഡി ആയിട്ടുള്ളൂ? റെക്കോർഡ് റൈറ്റിംഗ് എന്തായി? അത് കഴിഞ്ഞിട്ട് അടുത്ത സെക്കൻഡ് വൺ പറയാന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, ഈ ഒരു വീക്കും കൂടെ അങ്ങ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വീക്ക് ഓൺവേർഡ്സ് നമുക്ക് സെക്കൻഡ് റെക്കോർഡ്, നിങ്ങൾ ഫസ്റ്റ് വൺ കംപ്ലീറ്റ് ആയാലും ഇല്ലെങ്കിലും സെക്കൻഡ് റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് തരാം. അത് രണ്ടും കൂടെ ഒരുമിച്ച് പാരലൽ ആയിട്ട് ചെയ്യാനായിട്ട് നോക്കിക്കോളൂ കേട്ടോ, അല്ലെങ്കിൽ തീരില്ല, അതുകൊണ്ടാണ്. അപ്പൊ ഓക്കെ, പ്രെയർ ആരെങ്കിലും റെഡി ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെയ്തോളൂ. ശരണി. ശരണ്യ അൺമ്യൂട്ട് ചെയ്തപ്പോ വിചാരിച്ചു പ്രേരണായിരിക്കും. കേൾക്കുന്നില്ല, പറയുന്നുണ്ടോ? എന്തോ ചെയ്യാം. ഓക്കെ, നേരത്തെ ചൊല്ലിയത് തന്നെയാ. മതി, ഇനഫ്. Merciful Lord, please keep me happy today. Prayer is on its way, bloom into flowers. Streets full of flowers should be holy streets. Dear God, please keep me happy today. While traveling, remember God. Help me to be bright, kind, and good. My parents, teachers, and friends do bless and keep us all in happiness. God is a blessing. God is a blessing. Thank you, God, for everything. ഞങ്ങളുടെയൊക്കെ ക്ലാസ്സിന്റെ ടൈമില് നിങ്ങളുടെ ബാച്ചിൽ 15 പേരോ 16 പേരോ ഉണ്ടായിരുന്നുള്ളൂ. പ്രെയർ എഴുതാനായിട്ട് പറഞ്ഞു. എന്നിട്ട് അതിന് ഒരാളുടെ പ്രെയർ ബാക്കി എല്ലാരും കൂടെ വോട്ട് ചെയ്യും. എല്ലാവർക്കും പാസ് ചെയ്യും പ്രെയർ വായിക്കാനായിട്ട്. എന്നിട്ട് വോട്ട് ചെയ്യും. ആരുടെ പ്രെയറിനാണോ കൂടുതൽ വോട്ട് കിട്ടുന്നത് ആ ഫുൾ അക്കാദമിക് ഇയർ ആ ഒരു പ്രെയർ മാത്രമാണ് നമ്മൾ പറയാറുള്ളത്, ആ പ്രെയർ സോങ് ആയിട്ട് യൂസ് ചെയ്യുന്നത്.
പക്ഷെ എനിക്ക് അതിനോടൊരു താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളുടെ എല്ലാവരുടെയും ഓരോ ദിവസമായിട്ട് പ്രെയർ എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞത്. ഓക്കെ, Good evening, ma'am. ഓക്കെ. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം. നിങ്ങൾക്ക് മോഡ്യൂൾ 1 പാർട്ട് 1 കംപ്ലീറ്റ് കഴിഞ്ഞു, ശരിയല്ലേ? പാർട്ട് 1 8 യൂണിറ്റ്സ് ഉണ്ടായിരുന്നു, 8ഉം കഴിഞ്ഞു. Yes, ma'am. Yes. 8ന്റെയും PDF നിങ്ങൾക്ക് കിട്ടിയിരുന്നു. പിന്നെ നെക്സ്റ്റ് പാർട്ട് 2 ആണ് നമ്മളിപ്പോ എടുത്തുകൊണ്ടിരിക്കുന്നത്. പാർട്ട് 2 8ാമത്തെ യൂണിറ്റ് ഉണ്ട്, നീഡ്സ് എന്ന് പറഞ്ഞത്. അത് അശ്വതി മിസ് ആയിരിക്കും എടുക്കുന്നത്. ബാക്കി 9 യൂണിറ്റ്സും അതെ, 5ാമത്തത് അശ്വതി മിസ് എടുത്തത്, ലാംഗ്വേജ് ഡെവലപ്മെന്റ്. പിന്നെ 8ാമത്തെ യൂണിറ്റ് അശ്വതി മിസ് ആണ് എടുക്കുന്നത്. ഇനി 10ാമത്തെ യൂണിറ്റ് ഞാൻ എടുക്കും. അതിനു മുമ്പ് എഡ്യൂക്കേഷണൽ സൈക്കോളജി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞിരുന്നു, കുറച്ചുകൂടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം. അതിനുശേഷം 10th യൂണിറ്റ്, ആ പാർട്ട് 2 ലാസ്റ്റ് യൂണിറ്റ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യും, ഇൻഡിവിജ്വൽ ഡിഫറൻസ്. അപ്പൊ പാർട്ട് 2 നമ്മൾ ഫസ്റ്റ് ചൈൽഡ് ഡെവലപ്മെന്റും ഗ്രോത്തും ആയിരുന്നു. ഇനീഷ്യലി നമ്മൾ ഫിസിക്കൽ, മെന്റൽ, ഹൈജീൻ, ഹെൽത്ത്, ഫിറ്റ്നസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഹെൽത്ത് കെയറും ചൈൽഡ് വെൽഫെയറും എല്ലാം പറഞ്ഞു പോയി. അതിനുശേഷം ചൈൽഡ് ഡെവലപ്മെന്റ്, കുട്ടിയുടെ ഓരോ സ്റ്റേജ് നമ്മൾ പറയുമായിരുന്നു. ആ ഓരോ സ്റ്റേജിലും കുട്ടിക്ക് ഉണ്ടാകുന്ന ഫിസിക്കലി, മെന്റലി വ്യത്യാസങ്ങൾ, അതിന്റെ മോട്ടോ ഡെവലപ്മെന്റ്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ലാംഗ്വേജ് ഡെവലപ്മെന്റ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ സൈക്കോളജി എടുക്കും. സൈക്കോളജി കഴിഞ്ഞിട്ട് എഡ്യൂക്കേഷണൽ സൈക്കോളജി നമ്മൾ പറഞ്ഞു. എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ ഇമ്പോർട്ടൻസ് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ ഡിഫൻസ് മെക്കാനിസം പറഞ്ഞു. നമ്മൾ ഒരു റിഫ്ലക്സ് ആക്ഷൻ പോലെ അങ്ങനെ നമ്മുടെ ബോഡി കൊണ്ട് നമ്മളൊരു ഡിഫൻസ് മെക്കാനിസം, ഒരു സെൽഫ് ഡിഫൻസ് നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ട്. അതുപോലെ തന്നെ മെന്റലി നമ്മളൊരു ഡിഫൻസ് മെക്കാനിസം കാണിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ. എഡ്യൂക്കേഷണൽ സൈക്കോളജി ആയിരുന്നു പിന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, അന്ന് ഷെയർ ചെയ്യാം. ഫസ്റ്റ് പേജിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. നമ്മൾ ഓൾറെഡി എടുത്തതാണ്, പക്ഷെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അതിൽ കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ തമ്മിൽ ഡിസ്കസ് ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ അതൊന്ന് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോ നമ്മൾ സാധാരണ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ കേൾക്കുമ്പോൾ മെന്റൽ ഇൽനെസ്സുമായിട്ട് റിലേറ്റ് ചെയ്താണ് ആളുകൾ പൊതുവെ കേൾക്കുമ്പോൾ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ തെറാപ്പി, കൗൺസിലിംഗ് സെഷൻ, ട്രീറ്റ്മെന്റ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പോകും. പക്ഷെ എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ അതിൽ നിന്നും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അവിടെ ലേണർ ഉണ്ട്, ലേണിംഗ് പ്രോസസ് ഉണ്ട്, ലേണിംഗ് എക്സ്പീരിയൻസ് ഉണ്ട്, അല്ലെ? ടീച്ചർ എന്നുള്ള ടേമിനേക്കാളും ഫെസിലിറ്റേറ്റർ എന്നുള്ള ടേം യൂസ് ചെയ്യാനാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഫെസിലിറ്റേറ്റർ ഉണ്ട്. ഫെസിലിറ്റേറ്റർ വൺ ഹു പ്രൊവൈഡ് ഓൾ ദ ഗൈഡൻസ്, ഓൾ ദ സപ്പോർട്ട്. ആ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് കുട്ടികൾക്ക് അറിയുകൂടിയില്ല അങ്ങനെ ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ സപ്പോർട്ട് കിട്ടുന്നുണ്ടെന്ന് അറിയാതെയാണ് ആ കുട്ടി ആ ലേണിംഗ് പ്രോസസ്സിലൂടെ പോകുന്നത്. അത് അവിടെ കുട്ടിയെ കൺട്രോൾ ചെയ്യുന്നില്ല. കുട്ടിക്ക് എല്ലാം ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്. നമ്മളൊരു വലിയ സർക്കിൾ വെച്ചിട്ട് കുഞ്ഞുങ്ങളെ അതിനകത്ത് ഇരുത്തിയിരിക്കും. അപ്പൊ കുഞ്ഞുങ്ങൾ പുറത്തേക്ക് നോക്കുമ്പോൾ വലിയ സർക്കിള്, അവർക്ക് എല്ലാം ഫ്രീഡം ഉണ്ടെന്ന് അവർക്ക് തോന്നും. പക്ഷെ അതിന്റെ ഒരു കൺട്രോൾ, പട്ടമൊക്കെ പിടിച്ചു നിൽക്കുന്ന പോലത്തെ അതേ ഒരു ഫീൽ തന്നെ. പക്ഷെ അവർക്ക് അറിയുന്നില്ല അവരെ കൺട്രോൾ ചെയ്യുന്നുണ്ടെന്ന് അവർ മനസ്സിലാക്കാതെ അവർ പോകുന്ന ഒരു ലേണിംഗ് പ്രോസസ്സാണ് ശരിക്കും എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ വേണ്ടുന്ന ഒരു ലേണിംഗ് പ്രോസസ്സ്. ടീച്ചർ എന്നുള്ള ടേമിനേക്കാളും ഞാൻ അവിടെ ഫെസിലിറ്റേറ്ററിനെ യൂസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മൾ പറയില്ലേ ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോ ഒരു രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും ശരി, അല്ലാതെ ഒരു ഗ്രൂപ്പിന്റെ ലീഡർ ആണെങ്കിലും ശരി, ലീഡറിനെ ആരും മനസ്സിലാക്കരുത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഗ്രൂപ്പിലേക്ക് നോക്കുമ്പോൾ എല്ലാവരും ലീഡറാന്ന് തോന്നുന്നു. അതുപോലെ ആയിരിക്കണം എല്ലാവരുടെയും ആക്ഷൻസ്. ലീഡർ ഷോസ് ദ വേ, ലീഡർ വഴി കാണിച്ചു കൊടുക്കുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷെ ഈ ഗ്രൂപ്പിന്റെ ഒപ്പം മേർജ് ചെയ്ത് നിൽക്കുന്ന ഒരാളായിരിക്കണം ലീഡർ. മുമ്പിൽ നിൽക്കണം, ലീഡറിന്റെ കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം, അങ്ങനെയല്ല അവിടെ വേണ്ടത്. ഒരു ലീഡറും ഒരു ഫെസിലിറ്റേറ്ററും എല്ലാം ഒരുപോലെ തന്നെ ആയിരിക്കണം.
ലീഡർ അവരുടെ കൂടെ തന്നെ അലിഞ്ഞു ചേരുന്ന ഒരാളായിരിക്കണം. മനസ്സിലാവില്ല ആർക്കും ആരാണ് ലീഡർ എന്നുള്ളത് മനസ്സിലാകാൻ പറ്റാത്ത രീതിയിലായിരിക്കണം ആ ഗ്രൂപ്പിന്റെ രീതികൾ. അത് തന്നെയാണ് ഇവിടെ ഒരു ഫെസിലിറ്റേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പൊ നമ്മൾ ഈ ഗ്രൂപ്പിൽ ഇരുന്ന് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ എന്റെ ആഗ്രഹം അത് തന്നെയാണ്, ഞാനാണ് ഫെസിലിറ്റേറ്റർ എന്ന് മനസ്സിലാകരുത്, എല്ലാവരും ഫെസിലിറ്റേറ്റർ ആണെന്ന് ഫീൽ ചെയ്യണം. അതുപോലുള്ളൊരു ഇന്ററാക്റ്റീവ് ഡിസ്കഷൻ സെഷനാണ് നമ്മൾ വരുന്നത്. അപ്പൊ എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ ആ ഒരു ഇമ്പോർട്ടൻസ് അതാണ്. ആ ഒരു ലേണിംഗ് പ്രോസസ്, അവിടെ ലേണർ ഉണ്ട്, ലേണിംഗ് എൻവിയോൺമെന്റ് ഉണ്ട്. അത് ക്ലാസ് റൂം സെറ്റിങ്സ് ആകാം, അല്ലാതെയുള്ള സെറ്റിങ്സ് ആകാം. ആ ഇരിക്കുന്ന സ്ഥലം, പഠിക്കുന്ന കാര്യങ്ങൾ, പഠിക്കുന്ന ലേൺ ചെയ്യുന്ന കാര്യങ്ങൾ ഫെസിലിറ്റേറ്റർ ഗൈഡ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒരാളുണ്ടാവും. അതാണ് ശരിക്കും എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ ഒരു സെറ്റിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ അവിടെ പറഞ്ഞു 2 കാര്യങ്ങൾ നമ്മളവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ. കഴിഞ്ഞ ക്ലാസ്സിൽ ആ ഒരു പോയിന്റ് പറഞ്ഞാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിർത്തിയത്. ഏതായിരുന്നു? 2 രീതിയിലാണ് എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ ലേണിംഗ് പ്രോസസ് നടക്കുമ്പോൾ 2 കാര്യങ്ങളാണ് വരുന്നത്. ഏതൊക്കെയായിരുന്നു ഓർമ്മയുണ്ടോ? Cognitive psychology, behavioral psychology. അതിന്റെ 2 പെർസ്പെക്റ്റീവ് ആണ്. എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ 2 പെർസ്പെക്റ്റീവ് ആണ്. 2 തിയറട്ടിക്കൽ പെർസ്പെക്റ്റീവ്, കോഗ്നിറ്റീവും നമ്മൾ ബിഹേവിയർ പെർസ്പെക്റ്റീവും പറഞ്ഞു. അപ്പോ അതായത് ഇപ്പം നമുക്ക് പണിഷ്മെന്റ് കൊടുക്കാം, അപ്രൈസൽ കൊടുക്കാം. പണിഷ്മെന്റ് കൊടുക്കുമ്പോൾ കുട്ടിയുടെ ആ മെന്റൽ ബാലൻസ് ചിലപ്പോൾ മോശം രീതിയിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. കാര്യം ആളുകൾ പറയും വടിയെടുത്ത് പണ്ടത്തെ ടീച്ചിങ് മെത്തേഡ് ആയിരുന്നു നല്ലത്, വടി കൊണ്ട് അടിക്കുക, അങ്ങനെയൊക്കെ ആ ഒരു രീതിയിലൊക്കെ ഭയങ്കരമായിട്ട് അവരെ ബീറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു പണ്ടത്തെ ഒരു രീതി. അപ്പൊ ആ ഒരു എന്താ പറയാ ബ്രെയിൻ ഡെവലപ്മെന്റോ ആ ഒരു ഇമോഷണൽ സ്പാനോ ഒന്നും അല്ല ഇപ്പോഴത്തെ കുട്ടികൾക്കുള്ളത്. ഇപ്പോഴത്തെ ടീച്ചിങ് മെത്തേഡ് ശരിക്കും അങ്ങ് മാറി. അത് നെഗറ്റീവ്സും ഉണ്ട് പോസിറ്റീവും ഉണ്ട്, ശരിയാണ്. പക്ഷേ നമ്മൾക്ക് ഒരു പ്രീ പ്രൈമറിയിലെ കുട്ടികളെയാണ് കിട്ടുന്നത്. അപ്പൊ അവരിൽ ഇത് നല്ല പോലെ ഈ പെർസ്പെക്റ്റീവ് നല്ല രീതിയിൽ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്ത് നല്ല റിസൾട്ട് വരുവാണെങ്കിൽ പിന്നീടുള്ള അവരുടെ ലൈഫിൽ അത് തന്നെ അവർ ഫോളോ ചെയ്ത് കൊണ്ടുപോകും. ഓക്കെ, ആ ഒരു രീതിയിൽ വേണം ഈ തിയറട്ടിക്കൽ പെർസ്പെക്റ്റീവ് പോകുന്നത്. അവരെ നമുക്ക് അപ്രൈസിൽ കൊടുക്കാം, അല്ലെങ്കിൽ പണിഷ് ചെയ്യാം. ഈവൻ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് പണിഷ് ചെയ്യുമ്പോൾ പലപ്പോഴും ചെറിയ മനസ്സുകൾക്ക് അതൊരു വേദനയായിരിക്കും. ഇത് കണ്ടിന്യൂസ് ഈ പണിഷ്മെന്റ് കിട്ടുമ്പോൾ പിന്നെ അവർക്ക് അതിനോടൊരു വില ഇല്ലാണ്ടായി പോകും. അവരത് യൂസ്ഡ് ആവും. അതാണ് പലപ്പോഴും കുട്ടികളൊരു ബ്രാറ്റ്, അതായത് ഒരു തെമ്മാടി പോലത്തെ സ്വഭാവങ്ങളൊക്കെ ആയി കുട്ടികളായി അങ്ങനെയായി മാറുന്നു. ഒരു അനുസരണ അങ്ങനത്തെ ഒരു ഇതില്ലാത്ത രീതിയിലൊക്കെ മാറും. കുറേ ഫിലിംസ് ഉണ്ട് ഇത് റിലേറ്റഡ്. കുറെ ഗ്രൂപ്പിനെ ടീച്ചേഴ്സ് തഴഞ്ഞിടുന്നു, ഒരാൾ വരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ മൂവീസ് നമ്മള് ഹിന്ദിയിലൊക്കെ കുറെ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഹിന്ദി മൂവീസ്, ഇച്കി എന്ന് പറഞ്ഞിട്ട് റാണി മുഖർജിയുടെ, അങ്ങനെ കുറെ മൂവീസിൽ ഇത് ഈ ഒരു മെസ്സേജ് ശരിക്കും ഈ തിയറട്ടിക്കൽ പെർസ്പെക്റ്റീവിന്റെ കോഗ്നിറ്റീവ് ആൻഡ് ബിഹേവിയർ പെർസ്പെക്റ്റീവ്. പക്ഷെ നമ്മൾ ആ ഒരു അവരുടെ ബിഹേവിയറും കൂടെ കണക്കിലെടുത്ത് നമ്മൾ ചില എക്സ്പെരിമെന്റ്സ് അല്ലെങ്കിൽ നമ്മൾ ചില ആക്ടിവിറ്റീസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും നമുക്ക് അവര് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്കോൾഡ് ചെയ്ത് അവരെ ആക്സെപ്റ്റ് ചെയ്യും. അവിടെ അവരെ ആക്സെപ്റ്റ് ചെയ്യും. ആദ്യമേ തന്നെ പണിഷ്മെന്റ് കൊടുക്കുവാണെങ്കിൽ ആ കുട്ടി ഒരിക്കലും നമ്മൾ പിന്നെ എന്ത് പറഞ്ഞാലും ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. നമ്മൾ ആദ്യം അവരുടെ ഈ 2 പെർസ്പെക്റ്റീവിൽ അവരെ കണ്ടിട്ട് നമുക്ക് അതുപോലൊരു മിസ്റ്റേക്ക് ആ കുട്ടിയുടെ ഭാഗത്തുനിന്ന് വരുവാണെങ്കിൽ നമ്മൾ സ്കോൾഡ് ചെയ്താൽ കുട്ടി പെട്ടെന്ന് തന്നെ അത് മനസ്സിലാക്കും. ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ള പെട്ടെന്ന് ആ തിരിച്ചറിവ് വരും. കുട്ടിക്ക് ടീച്ചറോടുള്ള അടുപ്പവും ഉണ്ടായിരിക്കും. അങ്ങനെ ആ രീതിയിൽ തന്നെ ഞാൻ ഓവർവ്യൂ പറയുന്നത്. ഓരോ സെന്റൻസോ പാരഗ്രാഫോ ആയിട്ടൊന്നും പറയാൻ പോകുന്നില്ല. സ്ലൈഡ് എടുത്തു വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതൊരു ബിഹേവിയറൽ സയൻസ് ആണ്. ഈ 2 പെർസ്പെക്റ്റീവ് ഉള്ള ഒരു ബിഹേവിയറൽ സയൻസ് ആണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത്. ഇത് നല്ല രീതിയിൽ നമ്മളുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് നല്ലതായിരിക്കും. പലപ്പോഴും നമ്മളുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിന്റെ ഒരു പോരായ്മ ഇത് തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാല്. കാരണം ഇത്രയും പലതവണ സിലബസുകൾ മാറുന്നു, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്തിട്ടും മെന്റൽ ഹെൽത്തിനും മെന്റൽ ഹൈജീനും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു കാര്യം കരിക്കുലത്തിൽ കൂടുതലായിട്ട് വരുന്നില്ല. അതിന് ലീസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുവാണ്. അതിന് മോസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പല ആക്ടിവിറ്റീസോ എന്തെങ്കിലും അതെല്ലാം കരിക്കുലത്തിന്റെ ഭാഗമാക്കുവാണെങ്കിൽ
കുട്ടികളിൽ കുറേയൊക്കെ മാറ്റങ്ങൾ വന്നേനെ. കുറെ തിയറിയെ പഠിച്ചു, അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടും ആ ഒരു അതിൻ്റെതായ ഒരു റിസൾട്ട് വരണമെന്നില്ല. ഈ ഒരു കാര്യം ഇത്രയും ഇംപ്രൂവ് ചെയ്തിട്ട് നമ്മളുടെ ഒരു കരിക്കുലത്തിൽ ഇത് തന്നെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇൻക്ലൂഡ് ചെയ്യുവാണെങ്കിൽ സിസ്റ്റം, ആ എഡ്യൂക്കേഷൻ സിസ്റ്റം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയത്. ഓക്കെ, അപ്പൊ ഇത് ടീച്ചർക്കും ബെനിഫിഷ്യൽ ആണ്, കുട്ടികൾക്കും ബെനിഫിഷ്യൽ ആണ്. ടീച്ചർക്ക് കുട്ടികളെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്നു ത്രൂ എഡ്യൂക്കേഷൻ സൈക്കോളജി. അങ്ങനെ കുട്ടികളുടെ കേപ്പബിലിറ്റി, അവരുടെ കപ്പാസിറ്റി മനസ്സിലാക്കി അവരെ കൂടുതൽ ഇംപ്രൂവ് ചെയ്യിക്കാനായിട്ട്, അവരുടെ എയിം എന്താണോ അതിലേക്ക് അവരെ കൊണ്ടുപോകാനായിട്ട് ടീച്ചർക്ക് സാധിക്കുന്നു. പല രീതിയിലുള്ള ആക്ടിവിറ്റീസ് ടീച്ചർക്ക് കൊടുക്കുക. ടീച്ചർക്ക് നല്ല പോലെ എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ ഒരു നോളജ് ഉണ്ട്, അത് ഉണ്ടെങ്കിൽ ടീച്ചർ നല്ല രീതിയിൽ തന്നെ കുട്ടികളിൽ അത് അപ്ലൈ ചെയ്യും. ടീച്ചർക്ക് അറിയാം ഓരോ കുട്ടിക്കും ഓരോ കാലിബർ ആണ്, അപ്പൊ അതിനനുസരിച്ച് ഓരോ കാര്യം, മെമ്മറി പവർ പലർക്കും പല രീതിയിലാണ്. ടീച്ചർക്ക് അതിനനുസരിച്ചുള്ള ആക്ടിവിറ്റീസ് ആ കുട്ടികളിൽ കൊടുക്കാം. അങ്ങനെ പല കാര്യങ്ങളും ടീച്ചർക്ക് ഈ എഡ്യൂക്കേഷൻ സൈക്കോളജി മനസ്സിലാക്കുകയാണ്. നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കായ ഇൻഡിവിജ്വൽ ഡിഫറൻസും ടീച്ചർക്ക് ഇതിൽ നിന്ന് നല്ലപോലെ മനസ്സിലാക്കാൻ പറ്റും. ഓരോ കുട്ടിയിലും പ്രകടമായ മാറ്റങ്ങൾ, യുണീക്ക് ആണ് ഓരോ കുട്ടിയിലും, ഓരോ കുട്ടിയിലും ഉണ്ടാകുന്ന വ്യത്യാസങ്ങളെല്ലാം ടീച്ചർ നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കും. ഫെസിലിറ്റേറ്റ് എഡ്യൂക്കേഷണൽ സൈക്കോളജി അറിയാവുന്ന ഒരു ഫെസിലിറ്റേറ്റർ കുട്ടികളുടെ ഡിഫറൻസസ് മനസ്സിലാക്കി അത് നല്ല രീതിയിൽ തന്നെ സ്റ്റഡി ചെയ്ത് ആ കുട്ടിക്ക് വേണ്ടുന്ന ഇന്റർവെൻഷൻസ് നല്ല രീതിയിൽ തന്നെ ചെയ്യും. സോ റിസൾട്ട് നല്ലതായിരിക്കും. ചില കുട്ടികൾക്ക് സ്പെഷ്യൽ നീഡ്സ് ആവശ്യമുള്ള കുട്ടികളുടെ നമ്മൾ പറഞ്ഞു, ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ വരാം, കമ്മ്യൂണിക്കേഷൻ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ വരാം, ഇമോഷണലും അതുപോലെ തന്നെ ബിഹേവിയർ ഡിസോർഡേഴ്സ്. ഇതെല്ലാം ക്ലിയർ ആയിട്ട് നല്ല ക്ലാരിറ്റിയോടുകൂടി ടീച്ചർ ഈ ഫെസിലിറ്റേറ്റർക്ക് മനസ്സിലാക്കാൻ എഡ്യൂക്കേഷണൽ സൈക്കോളജിയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഈ ഒരു ഇതിന്റെ ടെക്നോളജി യൂസ് ചെയ്തിട്ട് ഏതാണോ ആ കുട്ടിയിൽ കൊണ്ടുവരേണ്ട മാറ്റം, എന്ത് ഇന്റർവെൻഷൻ, എന്ത് ഇടപെടലുകളാണ് ആ ഓരോ കുട്ടിക്കും സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കേണ്ടത്, സൂറ്റബിൾ ആയിട്ടുള്ള ടീച്ചിങ് ഏരിയ, ഏതൊരു എൻവയോൺമെന്റിൽ ആ കുട്ടി ഇരുത്തണം, അതെല്ലാം ടീച്ചർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. നമ്മൾ പറഞ്ഞിരുന്നു ഇതിൽ ലേണർ ഉണ്ട്, ആ ഒരു കുട്ടി, പിന്നെ ലേണിംഗ് എക്സ്പീരിയൻസ് ഉണ്ട്, പിന്നെ ലേണിംഗ് പ്രോസസ് നടക്കും, എൻവയോൺമെന്റ് ഉണ്ട്, ഏതൊരു ചുറ്റുപാടിൽ ഇരുന്നാണോ ലേണിംഗ് സിറ്റുവേഷൻ ഓർ എൻവയോൺമെന്റ്, ഏതൊരു ചുറ്റുപാടിൽ ഇരുന്നാണോ കുട്ടി പഠിക്കുന്നത് അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റർ ഗൈഡ് ചെയ്യുന്നത്, ആ ഒരു എൻവയോൺമെന്റ് ക്ലാസ് റൂം ആകാം, അല്ലാതെ ഏതെങ്കിലും ഗ്രൂപ്പ് ആകാം, അങ്ങനെ നടക്കും. പിന്നെ ടീച്ചർ അല്ല ഫെസിലിറ്റേറ്റർ, ഏറ്റവും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഫോഴ്സ്. കാരണം ഇത്രയൊരു 10 കുട്ടികൾ മുമ്പിലുണ്ടെങ്കിൽ 10 കുട്ടികളിലും ത്രൂ എഡ്യൂക്കേഷണൽ സൈക്കോളജി അവരുടെ കപ്പാസിറ്റി മനസ്സിലാക്കുന്നു, അവരിൽ എന്തെങ്കിലും ഡിസബിലിറ്റി അല്ലെങ്കിൽ ഫ്ലോസ് ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കുന്നു, ആ രീതിയിൽ എന്തെങ്കിലും കോൺഫ്ലിക്ട്സ് അവർ തമ്മിലുണ്ടാകുന്നത് മനസ്സിലാക്കുന്നു, അവരുടെ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് കൊടുക്കുമ്പോൾ അവരുടെ റെസ്പോൺസ് മനസ്സിലാക്കുന്നു, ഇൻഡിവിജ്വൽ ആക്ടിവിറ്റി കൊടുക്കുമ്പോൾ ഉള്ള റെസ്പോൺസ് മനസ്സിലാക്കി എല്ലാം നോക്കിയിട്ടാണ് ഫെസിലിറ്റേറ്റർ അവരിൽ ഓരോന്നും അപ്ലൈ ചെയ്യുന്നത്. പ്രോപ്പർ ആയിട്ട് ആ ഒരു ടെക്നോളജി മനസ്സിലാക്കണമെങ്കിൽ, എങ്ങനെ ഓരോ കുട്ടിയിലും ഇത് അപ്ലൈ ചെയ്യണമെന്ന് മനസ്സിലാക്കണമെങ്കിൽ ടീച്ചർക്ക് അത് എഡ്യൂക്കേഷൻ സൈക്കോളജിയിലൂടെ മാത്രമാണ് അത് സാധിക്കും. അപ്പൊ ഹ്യൂമൻ ബിഹേവിയർ ആണ് എഡ്യൂക്കേഷണൽ സൈക്കോളജിയിലൂടെ മനസ്സിലാക്കുന്നത്. അവിടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഡ്യൂക്കേഷണൽ സെറ്റിങ്സ് ആണ്. അപ്പൊ അവിടെ ബിഹേവിയർ സ്റ്റഡി ചെയ്യുന്നു, എന്നിട്ട് അതിനനുസരിച്ച് ഓൾട്ടറേഷൻസ് വരുത്തുകയാണ്. ഈ ബിഹേവിയറിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതിന് വേണ്ടുന്ന ആക്ടിവിറ്റീസ് കൊടുക്കും. നമ്മൾ തുടക്കം നമ്മുടെ ക്ലാസ്സിൽ ഹാബിറ്റും ബിഹേവിയറും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ നമ്മൾ പറഞ്ഞു പോയിരിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറഞ്ഞാലും നമുക്ക് പ്രോപ്പർ ആയിട്ടൊരു ഇന്റർവെൻഷൻ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഹാബിറ്റിന് മാറ്റം വരുത്താനായിട്ട് പറ്റും, അല്ലെങ്കിൽ ബിഹേവിയർ കുറച്ചുകൂടെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ എഡ്യൂക്കേഷണൽ ഫീൽഡിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ ചേഞ്ചസ് വരുത്താനും എഡ്യൂക്കേഷണൽ സൈക്കോളജി ഹെൽപ്ഫുൾ ആണ്. കുട്ടിയുടെ ഗ്രോത്തും ഡെവലപ്മെന്റും സ്റ്റഡി ചെയ്യുന്നു, വേരിയസ് സ്റ്റേജസിലൂടെ കുട്ടി എങ്ങനെ പാസ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവും. ഇതൊന്നും ഈ എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ ഒരു ബേസിക് പോലും ഇല്ലാത്ത ഒരാൾക്ക് ചിലപ്പോൾ അതിന്റെ ക്ലിയർ കട്ടായിട്ടുള്ള ഒരു രീതിയിൽ മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ
എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ ഒരാൾക്ക് അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. നിങ്ങൾ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്നു, അവിടെ സെഷൻസ് എടുക്കാൻ തുടങ്ങുന്നു, പുതിയതായിട്ട് കുട്ടികൾ വരുന്നു. പക്ഷെ ഒരു 1 വീക്ക് അല്ലെങ്കിൽ മേ ബി വിത്തിൻ 2 ഡേയ്സ് കുട്ടികളുടെ ഓരോരുത്തരുടെയും രീതികൾ മനസ്സിലാവും. അത് നമ്മൾ ഏത് റൂമിന്റെ ഏത് കോർണറിൽ നിന്നാലും നമുക്കറിയാം, ഒരു എന്തെങ്കിലും രീതിയിലുള്ള ഒരു ശബ്ദമോ ഡിസ്റ്റർബൻസോ വരുമ്പോൾ നമുക്കറിയാം ആ കുട്ടി ആ ഒരു രീതിയിൽ ചെയ്തു, അല്ലെങ്കിൽ ആ കുട്ടി ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. നമുക്ക് കണ്ടിട്ടില്ലേ ചില സമയത്ത് നമ്മൾ ഏതെങ്കിലും ഗ്രൂപ്പിലിരിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്ന ഒരാൾ പെട്ടെന്ന് തന്നെ കാര്യം മനസ്സിലാക്കി അങ്ങനെ പറയുന്നത്. അതുപോലെ തന്നെ അത് ഈ എഡ്യൂക്കേഷണൽ സെക്ടറിൽ പ്രത്യേകം പോയി പഠിക്കേണ്ട കാര്യമില്ല. എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത് നമ്മൾക്ക് ത്രൂ എക്സ്പീരിയൻസ് നമ്മൾ അതിൽ ഇംപ്രൂവ് ആവും. ഓക്കെ, അപ്പൊ ഒരാളുടെ പേഴ്സണാലിറ്റി അതിനെ ഡീൽ ചെയ്യുന്നുണ്ട് ശരിക്കും എഡ്യൂക്കേഷണൽ സൈക്കോളജി. കാരണം ബിഹേവിയറൽ പാറ്റേണിൽ എന്തെങ്കിലും വ്യത്യാസം, എന്തെങ്കിലും ഡിസോർഡർ ഉണ്ടെങ്കിൽ നമ്മൾ നല്ല ടെക്നോളജി യൂസ് ചെയ്തിട്ട് ഇത് കറക്റ്റ് ആക്കുന്നു. ആ പേഴ്സണാലിറ്റി, ആ ഇൻഡിവിജ്വലിന്റെ പേഴ്സണാലിറ്റിയിൽ തന്നെ വ്യത്യാസം വരുവാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓൾ റൗണ്ട് ഡെവലപ്മെന്റ് ആണ് നടക്കുന്നത്. ഇൻഡിവിജ്വലിന്റെ പേഴ്സണാലിറ്റിയുടെ ഓൾ റൗണ്ട് ഡെവലപ്മെന്റ് ആണ് നടക്കുന്നത്. ഇൻഡിവിജ്വൽ ഡിഫറൻസ് സ്റ്റഡി ചെയ്യുന്നു. നമുക്ക് ആ ഒരു ചാപ്റ്റർ വരുന്നുണ്ട് ഇൻഡിവിജ്വൽ ഡിഫറൻസിന്റെ. അതായത് ഓരോ ഇൻഡിവിജ്വലും യുണീക്ക് ആണ്. മേ ബി ചില കാര്യങ്ങളിൽ സിമിലാരിറ്റി ഉണ്ടാവും, പക്ഷെ ആ സിമിലാരിറ്റിയിൽ തന്നെ ഡിഫറൻസ് ഉണ്ടാവും അല്ലെ. അതായത് ഇപ്പം അച്ഛനും മകനും എന്ന് വിചാരിക്കുക, അച്ഛന്റെ ഏതെങ്കിലും ഒരു ട്രേറ്റ്സ്, ഏതെങ്കിലും ഒരു ക്യാരക്ടർ ആ കുട്ടിയിലേക്കും കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ എന്നാലും അവര് തമ്മിൽ ആ ഒരു കോമൺ കാര്യത്തിൽ തന്നെ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ കാണും. അതായത് ഓരോരുത്തരും യുണീക്കാന്ന് പറയുന്നത് അതുകൊണ്ടാണ്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു സ്റ്റൈൽ ഉണ്ട്. അതാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓവറോൾ ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി, അതിന്റെ ഡെവലപ്മെന്റ്, പിന്നെ ചൈൽഡ് ആണെങ്കിൽ അതിന്റെ ഗ്രോത്ത്, പല സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എല്ലാം നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ നമ്മുടെ എഡ്യൂക്കേഷണൽ സൈക്കോളജി ഹെൽപ്പ് ചെയ്യുന്നു. ഇതിന്റെ സ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വൈഡ് ആണ് അല്ലെ. നമ്മള് ഒരു സൊസൈറ്റിയുടെ നല്ല ബ്രെയിൻസിനെ അല്ലെങ്കിൽ നല്ലൊരു ഫ്യൂച്ചറിനെ ജനറേറ്റ് ചെയ്യുന്നതിൽ എഡ്യൂക്കേഷണൽ സൈക്കോളജിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ ഉണ്ട്. ത്രൂ ദ ഫെസിലിറ്റേറ്റർ ആണ് അത് ആ നല്ല ഇമ്പാക്റ്റ് കുട്ടികളിലേക്ക് വരുന്നത്. അത് നല്ലൊരു ഫെസിലിറ്റേറ്റർ, ഈ എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ ടെക്നിക്സ് അറിയാവുന്ന നല്ലൊരു ഫെസിലിറ്റേറ്റർക്കാണ് ആ ഒരു ഫ്യൂച്ചർ ഡെവലപ്പ് ചെയ്യുന്ന നല്ല ബ്രെയിൻസിലേക്ക് കൊണ്ടുവരാനായിട്ട്, സൊസൈറ്റിയിലേക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ പറഞ്ഞ അതിന്റെ മെയിൻ ഫാക്ടേഴ്സ്: ലേണർ, ഫെസിലിറ്റേറ്റർ, ലേണിംഗ് പ്രോസസ്, ലേണിംഗ് എക്സ്പീരിയൻസ്, ലേണിംഗ് എൻവയോൺമെന്റ്, അതെല്ലാം ആ എല്ലാ ഫീൽഡിലും ഇതിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ ഇതിന്റെ ലിമിറ്റേഷൻസ്, നമ്മൾക്ക് ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. നമ്മൾ ഇതിനെപ്പറ്റി നല്ലപോലെ നമ്മൾ സ്റ്റഡി ചെയ്തു, അങ്ങനെ നമ്മളൊരു എഡ്യൂക്കേഷണൽ സെക്ടറിലേക്ക് നമ്മൾ പോവാന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ ചെല്ലുമ്പോഴും നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ടാവും. അതാണ് ഇതിനൊരു സർട്ടൻ ലിമിറ്റേഷൻസ് ഉണ്ടാവും. പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് പ്രോബ്ലം സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ആ ഒരു എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ നേച്ചർ കാരണം, അല്ലെങ്കിൽ ഹ്യൂമൻ ബിഹേവിയറിന്റെ നേച്ചർ കാരണം, നമുക്കിപ്പോ നമ്മളുടെ കൊളീഗ്സ് അല്ലെങ്കിൽ കുട്ടികളുടെ പാരന്റ്സ്, അപ്പൊ അവരിൽ നിന്നെല്ലാം നമുക്ക് ആ ഒരു സപ്പോർട്ട് കിട്ടിയാൽ മാത്രമാണ് നമുക്ക് ആ ഒരു ബിഹേവിയറൽ സെറ്റിങ്ങിന് നല്ല ഇമ്പാക്ട് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഇൻഡിവിജ്വൽ ഡിഫറൻസിന്റെ ലിമിറ്റേഷൻസ് അത് വരും. പിന്നെ ഹ്യൂമൻ ബീയിങ് ആയതുകൊണ്ട് നമുക്ക് പരീക്ഷണങ്ങൾ നടത്താനുള്ള സ്കോപ്പ് വളരെ കുറവാണ്. നമുക്ക് കുട്ടികളല്ലേ, അവരിൽ നമുക്ക് പരീക്ഷണം എക്സ്പെരിമെന്റ്സ് ചെയ്യുന്നതിനുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. ത്രൂ സം ആക്ടിവിറ്റീസ് നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്യാം, പക്ഷേ അതിനപ്പുറത്തേക്കുള്ള എക്സ്പെരിമെന്റുകളൊന്നും നമുക്ക് പറ്റില്ല, സിൻസ് ഇറ്റ് ഇസ് ഹ്യൂമൻ ബീയിങ്. പിന്നെ തിയറിയും പ്രാക്ടീസും എപ്പോഴും രണ്ടാണ് അല്ലെ. തിയറിയും പ്രാക്ടീസും തമ്മിൽ നല്ലൊരു അന്തരമുണ്ട്, നല്ലൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു ലിമിറ്റേഷൻസും വരും. പിന്നെ ഇതിന്റെ ഇമ്പോർട്ടൻസും കോൺട്രിബ്യൂഷൻസും എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ നമ്മൾ ഓൾറെഡി കുറെ കാര്യങ്ങൾ പറഞ്ഞതൊക്കെ തന്നെയാണ് ബുള്ളറ്റ് പോയിന്റ്സ് വെച്ച് കാണിച്ചിരിക്കുന്നത്, ഇമ്പോർട്ടൻസ് കാര്യങ്ങളും എല്ലാം. പിന്നെ മെത്തേഡ്സ്, എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ മെത്തേഡ്സ്.
ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ചാണ് സ്റ്റഡി ചെയ്യുന്നതെന്ന് പറഞ്ഞു. പല രീതിയിലുള്ള മെത്തേഡ് ഓപ്റ്റ് ചെയ്യാം. നമുക്ക് പ്രോബ്ലം എന്താണെന്ന് സ്റ്റഡി ചെയ്തിട്ട് അതിനനുസരിച്ച് മെത്തേഡ് ഓപ്റ്റ് ചെയ്യാം. പിന്നെ ഇതിന്റെ ഒരു സർട്ടൻ ഓറിയന്റേഷനും റിസോഴ്സ്ഫുൾനെസ്സും നമുക്ക് ചെയ്യാം. ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഒരു പ്രോബ്ലം വന്നു, 10 കുട്ടികളുണ്ട്, 10 കുട്ടികളിൽ ഈ പ്രോബ്ലം എങ്ങനെ അഫക്ട് ചെയ്യുന്നു, അങ്ങനെ ആ ഒരു രീതിയിൽ റിസർച്ച് ചെയ്ത് നോക്കാം. പിന്നെ ഈ പലപ്പോഴും ഫിനാൻഷ്യൽ റിസോഴ്സിന്റെയും പിന്നെ നമ്മൾ ഇത് അപ്ലൈ ചെയ്യേണ്ടതിനായിട്ട് നമുക്ക് ചില മെറ്റീരിയൽ സബ്ജക്ട്സും എല്ലാം വരും. അതിന്റെ അവൈലബിലിറ്റി, ടൈം, അതെല്ലാം അനുസരിച്ച് മെത്തേഡ് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ യൂസ് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്സ്. ഫസ്റ്റ് വൺ ഇൻട്രോസ്പെക്ഷൻ. എന്ന് പറഞ്ഞാൽ സെൽഫ് എക്സാമിനേഷൻ ആണ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ. ഞാൻ പറഞ്ഞല്ലോ, ഒരു ടോർച്ച് എടുത്ത് നമ്മുടെ ഉള്ളിലേക്ക് തന്നെ അടിച്ച് നമ്മൾക്കുള്ളിലെ വെളിച്ചം കണ്ടെത്തുന്ന പോലെ തന്നെ അവർ ഓൺ തോട്ട്സ് ആൻഡ് ഫീലിങ്സ്. അതാണ് ഫസ്റ്റ് മെത്തേഡായിട്ട് പറയുന്നത്. എക്സ്ട്രാ ഒരു മെറ്റീരിയലോ അപ്പാരറ്റസോ ടൂളൊന്നും ഇല്ലാതെ, അതായത് കോസ്റ്റ് വളരെ കുറവായിട്ടുള്ള ഒരു മെത്തേഡാണ്. സെൽഫ് അനാലിസിസ്ന്നോ സെൽഫ് എക്സാമിനേഷനോ ആ ഒരു രീതിയിൽ പറയാം. ഇൻട്രോസ്പെക്ഷൻ എഡ്യൂക്കേഷൻ സൈക്കോളജിയിലെ ഒരു മെത്തേഡാണത്. സ്വയം അനലൈസ് ചെയ്യുക. ഞാൻ ആരാണെന്ന് നമ്മളോട് തന്നെ ചോദിക്കുമ്പോൾ ചില ആൻസേഴ്സ് കിട്ടില്ലേ, അതുപോലെ തന്നെ ഞാൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും മറുപടി പറയാ? ഒരു ടോർച്ച് എടുത്ത് സ്വയം ഒന്ന് അടിച്ചു നോക്കി കഴിയുമ്പോൾ നമ്മൾ എന്താ പറയാ? നമ്മൾ എന്തൊക്കെ വെളിച്ചം കാണുന്നു ഉള്ളില്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ മദർ, പേരന്റ്, ടീച്ചർ, നമ്മൾ കുറെ റോൾസ് പ്ലേ ചെയ്യുന്നുണ്ടല്ലോ ലൈഫിൽ. പലപ്പോഴും അമ്മമാരൊക്കെ മറന്നു പോകും കുറെ കാര്യങ്ങൾ. ഇവിടെ ഞാൻ എൻ്റെ അമ്മയാണ്, ഞാൻ എൻ്റെ സ്ത്രീയാണ്, ആ ഒരു വാക്കിലങ്ങ് ഒതുക്കും. പക്ഷെ കുറെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഞാൻ നല്ലപോലെ ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണ്, ഞാൻ നല്ലപോലെ സ്റ്റിച്ച് ചെയ്യുന്ന ഒരാളാണ്, ഞാൻ നല്ലപോലെ പാടുന്ന ഒരാളാണ്, ഞാൻ നല്ലതുപോലെ ഡാൻസ് ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഞാൻ നല്ലപോലെ സംസാരിക്കുന്ന ഒരാളാണ്, ഞാൻ നല്ലപോലെ ചിരിക്കുന്ന ഒരാളാണ്. നമുക്കങ്ങനെ കുറേ നമ്മളൊന്ന് നല്ലപോലെ ടോർച്ച് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ വരും. ജ്യോതി ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ കുറേ കാര്യങ്ങൾ ജ്യോതി പറഞ്ഞു. അതുപോലെ നമ്മൾ നമ്മളുടെ ഉള്ളിലേക്ക് തന്നെ ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ ആൻസർ കിട്ടും. നമ്മൾ മറന്നുപോയ പല ഉത്തരങ്ങളും ചിലപ്പോൾ കിട്ടിയെന്ന് വരും, ആൻസേഴ്സ്. ഇൻട്രോസ്പെക്ഷൻ അതാണ്. കുഞ്ഞു കുട്ടികളിൽ മാത്രമല്ല നമ്മൾ സെൽഫ് എക്സാമിനേഷൻ ചെയ്യുന്നത്, മക്കളുടെ മുമ്പിൽ വരുന്ന ഏതൊരു ആളുകളിലും നമുക്ക് ഈ ഇൻട്രോസ്പെക്ഷൻ ചെയ്യാനായിട്ട് പറ്റും. ചില കുട്ടികൾ അവരെങ്ങനെ അങ്ങ് പഠിച്ചു പോകും. അവർക്ക് ഒരു ഗോൾ സെറ്റ് ചെയ്യാനോ എന്താ ഇനി ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ അവർ മറന്നു പോകും. ഇൻട്രോസ്പെക്ഷൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു സെൽഫ് അനാലിസിസ് അവർ ചെയ്യുമ്പോൾ കുറച്ചൊരു ഐഡിയ അവർക്ക് വരും. ഇനി എനിക്ക് എന്ത് ചെയ്താൽ ശരിയാകും, ഞാൻ ഇനി ഏത് റൂട്ട് തിരഞ്ഞെടുത്താൽ എനിക്ക് പോവാനായിട്ട് പറ്റും. അപ്പൊ ആ ഒരു ഐഡിയ അവരുടെ ഉള്ളിലേക്ക് വരും. നെക്സ്റ്റ് ഒബ്സർവേഷൻ. നമ്മൾ പറയില്ലേ, നമ്മൾ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കും കുറേ തവണ അല്ലെ. അത് പല രീതിയിൽ ഒബ്സർവേഷൻ നടത്താം. പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ, നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ, കൺട്രോൾഡ് ഒബ്സർവേഷൻ, അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ. പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്സർവ് ചെയ്യുന്ന ആളെ ക്ലിയർ ആയിട്ട് അവിടെ ഉണ്ടാവും. അയാളിപ്പം 5 കുട്ടികളെ അയാൾക്ക് ഒബ്സർവ് ചെയ്യണം. അയാൾ ആ സർട്ടൻ 5 കുട്ടികളുടെ അടുത്തും ചെന്ന് അവരുടെ ചില കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അത് റെക്കോർഡ് ചെയ്ത് പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ അവരിൽ ഇന്റർവെൻഷൻ നടത്തണം. അത് നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5 കുട്ടികളെയാണ് ഒബ്സർവ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. ഈ 5 കുട്ടികളും അറിയുന്നുണ്ടാവില്ല അവരെ ഒരാള് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ വരുന്നത്. കൺട്രോൾഡ് ഒബ്സർവേഷൻ, അതിനെ കവേർഡ് ഒബ്സർവേഷൻ എന്നും പറയും, COVERT. അതുപോലെ തന്നെ അൺകൺട്രോൾഡ് ഒബ്സർവേഷനെ ഒവേർട്ട് എന്നും പറയും, OVERT. മീനിങ് സെയിം തന്നെ. ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ കവേർഡ് ഒബ്സർവേഷൻ എന്ന് കാണും, ഒവേർട്ട് ഒബ്സർവേഷൻ കാണും. കൺട്രോൾഡ് കവേർട്ട് ആണ് COVERT, അൺകൺട്രോൾഡ് ഒവേർട്ട് ആണ് OVERT.
പിന്നെ മുകളിലെ മെത്തേഡ്സിൽ ബി ഇൻട്രോസെപ്ഷൻ കഴിഞ്ഞിട്ട് സെക്ഷൻ കഴിഞ്ഞിട്ട് ബി വരുന്നുണ്ട്. ക്ലിനിക്കൽ ഓർ കെയർ സ്റ്റഡി അല്ല, കേസ് സ്റ്റഡി എന്നാക്കണേ. കേസ് സ്റ്റഡി മെത്തേഡാണ്. ഇതിൽ കണ്ടോ 4 മെത്തേഡ്സിൽ ക്ലിനിക്കൽ ഓർ കേസ് ആണ്, കേസ് സ്റ്റഡി മെത്തേഡ്സ് ആണ്. നമ്മൾ ഇൻട്രോസ്പെക്ഷൻ പറഞ്ഞു, ഒബ്സർവേഷൻ പറഞ്ഞു, ക്ലിനിക്കൽ ഓർ കേസ് സ്റ്റഡി എന്നാക്കാം. മാം, ആ കൺട്രോൾഡ് ഒബ്സർവേഷൻ അതെന്താണെന്ന് പറയോ? കൺട്രോൾഡ് അൺകൺട്രോൾഡ്. ഞാൻ അതിന്റെ ലിങ്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഒബ്സർവേഷണൽ മെത്തേഡ്. ഫസ്റ്റ് വൺ പറഞ്ഞത് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. നമ്മൾ ആ ഒരു 5 പേരെയാണെങ്കിൽ അല്ലെങ്കിൽ 10 പേരെയാണെങ്കിൽ അവരിൽ കറക്റ്റ് ആയിട്ട് ചിലപ്പോൾ ക്വസ്റ്റ്യനെയറോ അങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യും. മറ്റേത് അറിയാതെ ചെയ്യുന്ന ഒബ്സർവേഷൻ ആണ് നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. ഇവരിലെ ബിഹേവിയറൽ പാറ്റേൺസ്, ഈ ഒബ്സർവേഷനിൽ കൂടുതൽ വരുന്നത് ഇവരിലെ ബിഹേവിയറൽ പാറ്റേൺ ആണ്. ചേഞ്ചസും ഇൻഡിവിജ്വലിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, പിന്നെ ബിഹേവിയറിൽ ഉണ്ടാകുന്ന ഡിഫറൻസസ്, പിന്നെ സ്പീച്ച്, ഒരു കുട്ടി സംസാരിക്കുമ്പോൾ അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ, ബിഹേവിയർ, ആക്ഷൻസ്, ജസ്റ്റേഴ്സ്, പിന്നെ പല സിറ്റുവേഷനിൽ ഓരോ സിറ്റുവേഷനിൽ അവർ കാണിക്കുന്നത്. ഇപ്പം ഒരു ക്വസ്റ്റ്യൻ കുട്ടിയോട് ഫെസിലിറ്റേറ്റർ ചോദിക്കുന്ന സമയത്ത് കുട്ടിക്ക് ആൻസർ അറിയാമെങ്കിൽ ഉള്ള ആക്ഷൻസ് വേറെ ആയിരിക്കും, കുട്ടിക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലെങ്കിൽ കാണിക്കുന്ന ആക്ഷൻ വേറെ ആയിരിക്കും. അല്ലെങ്കിൽ ഒരു കളർ ചെയ്യാൻ എന്തെങ്കിലും കൊടുക്കുന്നു, കളർ ചെയ്യാനായിട്ട് കൊടുക്കുമ്പോൾ അത് ചെയ്യാൻ വളരെ ഇഷ്ടമുള്ളവരുടെ ജസ്റ്റേഴ്സും ആക്ഷൻസും ബിഹേവിയർ ഒക്കെ വേറെ ആയിരിക്കും. അങ്ങനെ ഓരോ കാര്യങ്ങള്. പിന്നെ കൺട്രോൾഡ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾക്ക് ഫ്രീ ആയിട്ട് ഇപ്പൊ പാർട്ടിസിപ്പന്റ് നോൺ പാർട്ടിസിപ്പന്റിലൊക്കെ പാർട്ടിസിപ്പന്റിന്റെ കുറെ ക്വസ്റ്റ്യനെയറോ ആക്ടിവിറ്റീസോ എന്തെങ്കിലും ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവർ ചെയ്യിക്കുന്നുണ്ടാവും. നോൺ പാർട്ടിസിപ്പന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി അറിയാതെ ചെയ്യുന്നത് കാരണം അങ്ങനെ സെറ്റ് ചെയ്ത കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, അവർ കാണുന്ന കാര്യങ്ങളെല്ലാം എടുക്കുന്നുണ്ടാവും. പക്ഷെ കൺട്രോൾഡ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ചില കാര്യങ്ങള് നമുക്ക് എടുക്കുന്നതിനൊരു ലിമിറ്റേഷൻസ് വരും. എന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് ഈ ഇതിന്റെ ഒരു ചെറിയ ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം ടീച്ചറും കുട്ടിയായിട്ട് നല്ലൊരു ഇതുണ്ടാവും, ടീച്ചർ പറയുന്നതും കുട്ടി കേൾക്കുന്നതും. പക്ഷെ അതേ സമയത്ത് മൂന്നാമതൊരാൾ വരുന്നത് സൈക്കോളജിസ്റ്റ് പോലെ ഒരാള് ആ ഒരു സെഷനിലേക്ക്, ആ ഒരു സിറ്റുവേഷനിലേക്ക് ചെല്ലുമ്പോഴേക്കും കുട്ടികൾ കോൺഷ്യസ് ആവും, പുതിയൊരാളെ കാണും. കാരണം വന്നിരിക്കുന്നത് അയാളുടെ ഒരു പ്രസൻസ് വരുമ്പോൾ ചിലപ്പോൾ അതേസമയം ആ ഫെസിലിറ്റേറ്റർ തന്നെ ചെയ്യുവാണെങ്കിൽ ആ കുട്ടിക്ക് അത് ഫീൽ ചെയ്യില്ല, ആ ഒരു ഒബ്സർവേഷൻ. പക്ഷെ അല്ലാതെ ഒരു തേർഡ് പേഴ്സൺ വന്ന് ചെയ്യുമ്പോഴേക്ക് കുട്ടിക്കൊരു അവർക്കൊരു അൺഈസ്നെസ്, ഒരു കോൺഷ്യസ് ആവുന്നു കുട്ടികൾ. പൊതുവെ അങ്ങനെയല്ലേ, പരിചയമില്ലാത്ത ഒരാളെ കാണുമ്പോൾ ചില കുട്ടികൾക്ക് ഭയങ്കര അവരുടെ ആക്ഷൻസിലൊക്കെ ഭയങ്കര ഒരു വ്യത്യാസങ്ങളൊക്കെ വരും. അപ്പൊ അത് ആണ് ഈ കൺട്രോൾഡ് ഒബ്സർവേഷനിലും അൺകൺട്രോൾഡ് ഒബ്സർവേഷനിലും വരുന്നത്. സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞ ഒരാള് വരുമ്പോഴേക്കും അവർക്ക് ചിലപ്പോ ഒരു പേടി തോന്നും. കാരണം ഈ അവരുടെ ചില കുറച്ച് പ്രായമായ പിള്ളേർക്ക് ഞങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കൂ, അങ്ങനത്തെ സൈക്കോളജി എന്താന്ന് മനസ്സിലാകുന്ന വലിയ കുട്ടികൾക്ക് ചിലപ്പോൾ ആ ഒരു ഫീല് വരും. അപ്പൊ അത് കുട്ടികളെ കോൺഷ്യസ് ആകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒബ്സർവേഷൻ ഒരു കൺട്രോൾഡ് ലെവലിലേക്ക് കൊണ്ടുപോകണം. ലൈക്ക് മൂന്നാമതൊരു തേർഡ് പേഴ്സൺ വരുവാണെങ്കിൽ കുട്ടികൾക്ക് ആക്സെപ്റ്റ് ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ടാവും ആ ഒരു പുതിയൊരാളുമായിട്ട്. അല്ലെങ്കിൽ പിന്നെ ഈ ആളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തണം. നിങ്ങൾക്ക് പുതിയ സെഷൻ എടുക്കാൻ വരുന്ന ഒരാളെന്നോ അങ്ങനെ ഒരു രീതിയിൽ പറയണം. അതാണ് പലപ്പോഴും ഈ കൗൺസിലിംഗ് സെഷൻ ഫെയിൽ ആയി പോകുന്നത്. കൗൺസിലർ എന്തോ ഉപദേശിക്കാൻ വരുന്ന ഒരാള് അല്ലെങ്കിൽ അങ്ങനെ. പക്ഷെ അവരുടെ രീതി മാറ്റുമ്പോൾ പുതിയ ഒരാളാണെങ്കിലും കുട്ടികൾ ഓപ്പൺ അപ്പ് ആവും, പലപ്പോഴും ഓപ്പൺ അപ്പ് ആവും.
അതാണ് ഈ കൗൺസിലിംഗ് ചെയ്യേണ്ടതിന്റെ ഒരു എന്താ പറയുക, വളരെ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം. കുട്ടിക്ക് കംഫർട്ടബിൾ ആകുന്ന രീതിയിൽ സൈക്കോളജിസ്റ്റ് ആണെങ്കിലും കൗൺസിലേഴ്സ് ആണെങ്കിലും വരുമ്പോൾ കംഫർട്ടബിൾ ആകുന്ന രീതിയിലാണെങ്കിൽ അത് ഓക്കെ ആയിരിക്കും. അവിടെ ഒരു അൺകൺട്രോൾഡ് രീതിയിലുള്ള ഒരു ഒബ്സർവേഷൻ വരും. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങ് കോൺഷ്യസ് ആവുന്നു. ഇതിന്റെ ഒരു ഡിഫക്റ്റ് ശരിക്കും അതാണ്. ഒബ്സർവേഷന്റെ ഒരു പ്രശ്നം വരുന്നത് അതാണ്. ഒരു പുതിയൊരാള് വരുമ്പോൾ അതാണ് ഇതിന്റെ ഒരു മേജർ ഡിഫിക്കൽട്ടി പറയണത്. ആ ഒരു കാര്യത്തിലാണ് കുട്ടികൾ ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആവുന്നു തേർഡ് പേഴ്സന്റെ പ്രസൻസിന്. അവരുടെ ബിഹേവിയറും എക്സ്പ്രഷനും എല്ലാം ഇതിനെല്ലാം അത് ബാധിക്കും. ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ അതൊരു പ്രശ്നം ഉണ്ടാവാറില്ല. സാധാരണ ഓൺലൈനായിട്ട് ക്ലാസ്സസ് എടുക്കുമ്പോൾ പിള്ളേര് അവരുടേതായിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള എൻവയോൺമെന്റിൽ ഇരിക്കുകയാണ്. അവരുടെ മുമ്പിൽ വരുന്ന ഫെസിലിറ്റേറ്ററോ ആരായാലും പുതിയ ഒരാൾ വന്നാലും ഇവര് കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്തിരിക്കുന്നുണ്ട്. വീഡിയോ ഓൺ ചെയ്യാൻ പറഞ്ഞാൽ പോലും ഇവര് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തായിരിക്കുന്നുണ്ട്. ഈ ഓൺലൈനിന് കുറച്ചുകൂടെ ഫ്ലെക്സിബിലിറ്റി വരും ഇങ്ങനെയുള്ള കേസസിൽ. ഇതാണ് നെക്സ്റ്റ് ക്ലിനിക്കൽ കേസ് സ്റ്റഡി മെത്തേഡ്. ക്ലിനിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ കേസ് സ്റ്റഡി മെത്തേഡ് ഇതൊരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വലിൽ ഒരാളിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ ക്ലിനിക്കൽ കേസ് സ്റ്റഡി മെത്തേഡ്. എഡ്യൂക്കേഷണൽ സൈക്കോളജിയിലെ ഒരു ഇൻഡിവിജ്വലിനെ വെച്ചിട്ട് എടുക്കുന്നത്. കാരണം അയാൾക്ക് കൊടുക്കുന്ന മെത്തേഡ് ആയിരിക്കില്ല വേറൊരാളുടെ കൊടുക്കുന്ന ക്ലിനിക്കൽ. ഓരോരുത്തരുടെയും കേസ് ഡിഫറെന്റ് ആണെങ്കിൽ മെത്തേഡും ഡിഫറെന്റ് ആയിരിക്കുമല്ലോ. അപ്പൊ അത് ഓരോ ആൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യുന്ന മെത്തേഡാണ് ക്ലിനിക്കൽ അല്ലെങ്കിൽ കേസ് സ്റ്റഡി മെത്തേഡ്. പ്രോബ്ലംസ് മനസ്സിലാക്കാൻ, അതിന്റെ അവരുടെ എന്തെങ്കിലും ഒരു ബിഹേവിയറൽ പാറ്റേണിന്റെ റിസൺ, എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു ബിഹേവിയർ കാണിക്കുന്നത്, അതെല്ലാം മനസ്സിലാക്കാനും ഫർദർ ട്രീറ്റ്മെന്റ് വേണമെങ്കിൽ ആ ട്രീറ്റ്മെന്റിലേക്ക് അവരെ റെഫർ ചെയ്യാനുമാണ് ഈ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് അങ്ങനെ ഉള്ള ഇൻഡിവിജ്വലിൽ മാത്രം ഇങ്ങനെ ഒരു എന്തെങ്കിലും ഒരു ബിഹേവിയറൽ ഇഷ്യൂ തോന്നുവാണ് ഇതിനൊരു ക്ലിനിക്കൽ മെത്തേഡ് ഈ കുട്ടിക്ക് കൊടുക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ മാത്രം. എല്ലാവരിലും ചെയ്യുന്ന ഒരു മെത്തേഡ് അല്ല ക്ലിനിക്കൽ അല്ലെങ്കിൽ കേസ് സ്റ്റഡി മെത്തേഡ്. അവിടെ ഒരു ഫർദർ ട്രീറ്റ്മെന്റിലേക്ക് പോകണം, അല്ലെങ്കിൽ എന്തെങ്കിലും സെഷൻസ് വെക്കണം, കുട്ടിയുടെ ഹിസ്റ്ററി ഒക്കെ മനസ്സിലാക്കി അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. പലപ്പോഴും കുട്ടിയുടെ വീട് വിസിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും, ചിലപ്പോ ഫാമിലി ആയിട്ട് സംസാരിക്കേണ്ടതായിട്ട് വരും, കുട്ടിയോട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ പാരന്റ്സിനോട് സംസാരിക്കേണ്ടി വരും, കുട്ടി ജീവിക്കുന്ന സിറ്റുവേഷനിൽ ആരൊക്കെയുണ്ടോ അതിന്റെ ഡീറ്റെയിൽസ്, അങ്ങനെ കുറെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് സ്റ്റഡി ചെയ്ത് വേണം ഈ കുട്ടിയുടെ കാര്യം കുട്ടിയുടെ ഇന്റർവെൻഷൻ നടത്താൻ. എക്സ്പെരിമെന്റൽ ഓർ സയന്റിഫിക് മെത്തേഡ് ഇതൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെത്തേഡ് ആയിട്ടാണ് പറയുന്നത്. സയന്റിഫിക് മെത്തേഡാണ് ബിഹേവിയർ സ്റ്റഡി ചെയ്യാനായിട്ടുള്ള സയന്റിഫിക് മെത്തേഡ്. ഇവരുടെ ബിഹേവിയർ പാറ്റേണിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ചില ടെസ്റ്റുകളൊക്കെ ചിലപ്പോൾ കണ്ടക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് എന്തെങ്കിലും സൈക്കോളജിക്കൽ ടെസ്റ്റ് അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ടെസ്റ്റ്, പിന്നെ കുറെ ചെക്ക് ലിസ്റ്റ്, കുറെ ക്വസ്റ്റ്യൻ പോലെ ഇവരെ റെഡിയാക്കിയിട്ടുണ്ടാകും. അത് ഓരോ കുട്ടിയുടെയും ഡീറ്റെയിൽസ് വാങ്ങി ചോദിച്ച് മനസ്സിലാക്കി ചിലപ്പോൾ ടിക്ക് ചെയ്യേണ്ടതായിരിക്കും, ചിലപ്പോൾ യെസ് ഓർ നോ ആയിരിക്കാം. അങ്ങനെ ആ രീതിയിൽ കുറെ ടെസ്റ്റുകൾ, കുറെ ഇൻവെസ്റ്റിഗേഷൻസ് നടത്തി ബിഹേവിയറിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അത് അങ്ങനെ ചെയ്യുന്ന ഒരു മെത്തേഡാണ് എക്സ്പെരിമെന്റൽ ഓർ സയന്റിഫിക് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് സർട്ടൻ കുറെ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഫോർമാറ്റ്സ് ഉണ്ടാകാം ടെസ്റ്റുകൾക്ക്, അങ്ങനെ പലതുണ്ടാകാം. അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാം ഇതിന് വേണ്ടുന്ന ഈ ബിഹേവിയർ പാറ്റേൺ മനസ്സിലാക്കാൻ വേണ്ടുന്ന ടെസ്റ്റുകൾ നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാം. സ്റ്റാൻഡേർഡൈസ് ആയിരിക്കണം എന്ന് മാത്രം. ഞാനൊരു റേറ്റിംഗിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു. കുട്ടികൾക്ക് മാർക്ക് കൊടുക്കുന്നതിനേക്കാളും 5 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ കൊടുക്കും. ചെറിയ ക്ലാസ്സിലെ പിള്ളേർക്ക് വെരി ഗുഡിന്റെ ഒപ്പം ടീച്ചർമാര് സ്റ്റാർ ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കില്ലേ? സ്റ്റാഫ് പിള്ളേര് വരുമ്പോ എനിക്ക് സ്റ്റാർ കിട്ടി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മുടെ കുട്ടികൾ വന്ന് വീട്ടിൽ വന്ന് പറയില്ലേ. ശരിക്കും അവർക്ക് മാർക്കിനേക്കാളും, അതായത് 10 ഒരു
8 മാർക്ക് 7 മാർക്ക് എന്ന് കൊടുക്കുന്നത് സ്റ്റാർ കൊടുക്കുമ്പോൾ അവർ കുറച്ചുകൂടെ അത് കോൺഷ്യസ് ആണ്. കാരണം അതും വലിയ കുട്ടികളിലും പരീക്ഷിച്ചിട്ട് വിജയിച്ചൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ടീനേജ് പിള്ളേരെല്ലാം ഏതെങ്കിലും അവർ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഭയങ്കരമായിട്ട് അതിനോട് വളരെ ഒരു അട്രാക്ഷൻ കാണിക്കുന്ന കുട്ടികളാണ്. അവര് നല്ല പ്രോഡക്റ്റ് ഏതാന്ന് അവർ നോക്കുന്നത് എങ്ങനെയാ, ഗൂഗിൾ ചെയ്യും, അതിന്റെ റിവ്യൂ നോക്കും, അതിന് എത്ര സ്റ്റാർ കിട്ടിയിട്ടുണ്ടെന്ന് നോക്കും, റേറ്റിംഗ് നോക്കുന്നത് അവർ സ്റ്റാർ കൗണ്ട് ചെയ്തിട്ടാ. അവർക്കും അതുപോലെ തന്നെ നമ്മൾ റേറ്റിംഗ് സ്റ്റാറിൽ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സ്റ്റാർ കുറഞ്ഞാൽ അവരൊക്കെ ചിന്തിക്കും എനിക്ക് ഏത് ഏരിയയിലാണ്, ടീച്ചറോട് തന്നെ ചോദിക്കും ഏത് ഡൊമൈനിലാണ് എനിക്കത് കുറഞ്ഞത്. ഞങ്ങളിത് പരീക്ഷിച്ച് വിജയിച്ചിട്ടുണ്ട് ഈ ഒരു കാര്യം. മാർക്ക് അവരെ ബോധർ ചെയ്യില്ല. കാരണം സ്കൂളിലെ പരീക്ഷയ്ക്ക് കിട്ടും 2, 3, 5 ഒക്കെ 10 കിട്ടാറുണ്ട്. അവരത് ശ്രദ്ധിക്കുകയില്ല. സ്റ്റാർ വന്നു കഴിയുമ്പോൾ സ്പോർട്സില് 5 സ്റ്റാറിൽ ഒരു 5ാമത്തെ സ്റ്റാറിന്റെ പകുതി കൊടുത്തു കഴിഞ്ഞപ്പോ കുട്ടിയൊന്ന് ചോദിച്ചു ഞാൻ നല്ലപോലെ പഠിച്ചല്ലോ, എനിക്ക് എന്താ അവിടെ എനിക്ക് പകുതി സ്റ്റാർ അവിടെ പോയത് എന്താ വെച്ചാൽ അവരപ്പൊ അവിടെ മനസ്സിലാക്കുക എന്റെ റേറ്റിംഗ് അവിടെ ഏതൊക്കെയോ ഏരിയയിൽ മാറുന്നുണ്ട്, അപ്പൊ ഞാനത് ഇംപ്രൂവ് ചെയ്യണം എന്നുള്ള ഒരു താല്പര്യം കുട്ടികളിൽ വരും. നമുക്ക് അങ്ങനെയുള്ള പല മെത്തേഡ്സും ടെസ്റ്റ് മെത്തേഡ്സും നമുക്ക് ഉപയോഗിക്കാം. എക്സ്പെരിമെന്റൽ സയന്റിഫിക് ഏതാണ് എല്ലാം നിങ്ങൾക്കൊന്ന് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഡിഫറൻഷ്യൽ ഓർ സർവേ മെത്തേഡ് അടുത്തത്. ഇൻഡിവിജ്വൽ ഡിഫറൻസ് വെച്ചിട്ടാണ് നമ്മൾ ഓൾറെഡി ആ ലെസൺസിലേക്ക് പോകുന്നുണ്ട്. ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡാണ്. ഇൻഡിവിജ്വൽ ഡിഫറൻസസ് സ്റ്റഡി ചെയ്തിട്ട് ആ ഓരോരുത്തരുടെയും യുണീക്നെസ് മനസ്സിലാക്കി അതിനനുസരിച്ച് ഒബ്സർവേഷൻ അല്ലെങ്കിൽ ക്വസ്റ്റ്യനെയർ തയ്യാറാക്കാം. അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടല്ലോ. അപ്പോൾ ഇത്ര കുട്ടികള് 10 കുട്ടികളില് എത്ര കുട്ടികൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം കണ്ടു, ഇത്ര കുട്ടികളുടെ ഇങ്ങനെ കണ്ടു, ഇങ്ങനെ ഓരോരുത്തരെയും ബിഹേവിയർ പാറ്റേൺ നമ്മൾ ഗ്രാഫൊക്കെ വരയ്ക്കില്ലേ, ആ ഒരു രീതിയിൽ ഡിഫറൻഷ്യൽ ഒരു സർവേ മെത്തേഡ്. ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കാം, ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കിയതുപോലെ സർവേ പോലെ നടത്താം. അങ്ങനെ നോക്കിയിട്ട് ആ ഒരു മെത്തേഡ് ഓപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ പല രീതിയിലുള്ള ടെക്നിക്സും ടൂൾസും എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ അവൈലബിൾ ആണ്. ഈ 6 മെയിൻ മെത്തേഡ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഇൻട്രോസ്പെക്ഷൻ, ഒബ്സർവേഷണൽ മെത്തേഡ്, എക്സ്പെരിമെന്റൽ മെത്തേഡ്, ക്ലിനിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ കേസ് സ്റ്റഡി മെത്തേഡ്, പിന്നെ ഡിഫറൻഷ്യൽ ഓർ സർവേ മെത്തേഡ്, അങ്ങനെ എക്സ്പെരിമെന്റൽ മെത്തേഡ്, ടെസ്റ്റിംഗ് മെത്തേഡ് അത് പറഞ്ഞത്. ഈ മെത്തേഡ്സ് മനസ്സിലാക്കണം. അപ്പൊ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന കുട്ടികളിൽ ഇതിലേത് മെത്തേഡ് എനിക്ക് ചെയ്യാൻ പറ്റണം എന്നുള്ളത് ആ കുട്ടിയുമായിട്ടുള്ള ബോണ്ടിങ് ഇന്ററാക്ഷൻ കറക്റ്റ് ആകുമ്പോൾ മാത്രമാണ് നമുക്കത് മനസ്സിലാവുള്ളൂ. ഓൾമോസ്റ്റ് എഡ്യൂക്കേഷണൽ സൈക്കോളജിയിലെ കൺഫ്യൂഷൻസ് ഒക്കെ കുറഞ്ഞോ? മനസ്സിലായോ? നമ്മൾക്കത് എത്രത്തോളം നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായില്ലേ? മനസ്സിലായി മാം. പക്ഷെ നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളതുകൊണ്ട് എനിക്ക് കയറാൻ പറ്റിയില്ല. കറണ്ട് പോയിട്ടുണ്ടായിരുന്നു, നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നു, കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. റെക്കോർഡ് ക്ലാസ്സിലൊക്കെ കയറിയാണ്. ഇപ്പൊ അത് മഴയും ഒക്കെയാണല്ലോ ഈ ഒരു സമയത്ത്. ഞാൻ തന്നെ പേടിച്ച ക്ലാസ് എടുക്കുന്നത്, എപ്പോഴാണോ കറണ്ട് പോയെന്ന് വിചാരിച്ചു. ഭാഗ്യത്തിന് ഇതുവരെ നമ്മുടെ ക്ലാസ്സിന്റെ ഇടയ്ക്ക് അങ്ങനെ ഇഷ്യൂ ഉണ്ടായില്ല. അങ്ങനെ എന്തെങ്കിലും എനിക്ക് ഇൻവേർട്ടർ ഇല്ല. കറണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വൈഫൈ കിട്ടില്ലല്ലോ. കറണ്ട് പോയ ലൈറ്റും ഉണ്ടാവില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മള് സാറ്റർഡേസ് കോമ്പൻസേറ്ററി ക്ലാസ് സാറ്റർഡേ അതിന് വേണ്ടി വെച്ചിരിക്കുവാ ഞാൻ. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇതുവരെ ഇഷ്യൂ ഉണ്ടായില്ലല്ലോ. ഇനി ഞാൻ ഇൻഡിവിജ്വൽ ഡിഫറൻസിലേക്ക് പോവാലോ. ഡിഫറൻസ് മെക്കാനിസം ഓക്കെയാണ് അല്ലെ? നിങ്ങൾക്കൊരു ആക്ടിവിറ്റി ഞാൻ പറഞ്ഞിരുന്നോ ഡിഫറൻസ് മെക്കാനിസത്തിന്? പറഞ്ഞോ? ഓരോ പോയിന്റിനനുസരിച്ച് ഒരു സിറ്റുവേഷൻ എഴുതാൻ. ഞാൻ അത് ക്വസ്റ്റ്യൻ ആയിട്ട് ക്ലാസ് റൂമിൽ ഇട്ടേക്കാം, നിങ്ങളുടെ ചാനലിൽ ഇട്ടേക്കാം. ഓക്കെ, ഇനി അടുത്തത് നമ്മളുടെ ഞാനത് മറന്നുപോയതാണ്. സോറി, ഞാൻ അയച്ചേക്കാം കേട്ടോ. എനിക്കൊരു കൺഫ്യൂഷൻ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാനത് അയക്കുമ്പോ ആ ലിങ്ക് എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾ അത് കണ്ട് കൺഫ്യൂഷൻ ആവുമോന്നൊരു ടെൻഷൻ കൊണ്ടാണ് ഞാൻ അയക്കാൻ മടിച്ചത്. അതാ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തത് ക്ലാസ്സിലെ ഈ എഡ്യൂക്കേഷൻ സൈക്കോളജി ഡിഫൻസ് മെക്കാനിസം ഒക്കെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തത്. എന്തായാലും ഞാൻ അയക്കാം. ആവശ്യമുള്ളത് മാത്രം അതിൽ നിന്ന് എടുത്താൽ മതി. വായിച്ചു നോക്കിയിട്ട് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്താണോ അതിൽ നിന്ന്
മനസ്സിലാക്കിയത് അത് നോട്ട് ചെയ്യുക. ക്ലാസ്സിൽ പറയുന്ന കാര്യം നോട്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഇത് ഓപ്പൺ ചെയ്ത് വായിക്കുമ്പോൾ കിട്ടും. അപ്പം അതാണ് ഞാനിങ്ങനെ സംശയിച്ച് നിന്നേ, അയക്കണോ വേണ്ടയോ എന്നുള്ള ഒരു സംശയത്തിൽ. നമ്മളുടെ ലാസ്റ്റ് യൂണിറ്റ് ആണ് ഈ ഒരു പാർട്ടില്, പാർട്ട് 2 ആണ്. അതിൽ 8ാമത്തെ യൂണിറ്റ് ഞാൻ പറഞ്ഞു അശ്വിനി മിസ് എടുക്കുമെന്ന് പറഞ്ഞു. ലാസ്റ്റ് യൂണിറ്റ്, യൂണിറ്റ് 10 ഇൻഡിവിജ്വൽ ഡിഫറൻസ്. നമ്മളിപ്പോ ഈ ക്ലാസ് റൂമിൽ തന്നെ ഒരു 27 പേരുണ്ട് അല്ലെ. നമുക്ക് പലർക്കും പല സ്വഭാവമുണ്ട്, ബിഹേവിയേഴ്സ് ഉണ്ട്, നമ്മുടെ ഹാബിറ്റ്സ് പലതാണ്, നമുക്ക് സൈക്കോളജിക്കലായിട്ട് പല ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ട് അല്ലെ. അത് അപ്പൊ എന്താന്ന് വെച്ചാല് അങ്ങനെ നമ്മൾ ഒരാളെ മറ്റൊരാളിൽ നിന്നും വേർതിരിച്ച് നിർത്തുന്നത് ഇതെല്ലാമാണ്. നമ്മളുടെ ബിഹേവിയർ, നമ്മുടെ ക്യാരക്ടർ, അങ്ങനെയെല്ലാം അതാണ് വേർതിരിച്ച് നിർത്തുന്നത്. ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. ചിലപ്പോൾ അത് ഇന്റലിജൻസ് ആയിരിക്കും, ചിലപ്പോൾ പേഴ്സണാലിറ്റി ട്രേറ്റ്സ്, എന്തെങ്കിലും സ്വഭാവ സവിശേഷതകളായിരിക്കും, അല്ലെങ്കിൽ വാല്യൂസ് ആയിരിക്കും. ചിലർക്ക് കമ്പാഷൻ വളരെ കൂടുതലായിരിക്കും, എംപതി വളരെ കൂടുതലായിരിക്കും, കെയറിങ് വളരെ കൂടുതലായിരിക്കും, പിന്നെ എന്താ പറയാ വളരെ സ്ട്രോങ് ബോൾഡ് ആയിരിക്കും. അങ്ങനെ അങ്ങനെ ഓരോരുത്തരിലും ഓരോരോ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും. അതാണ് ഇനി ഇത് തന്നെ എല്ലാവരിലും ഉണ്ടെങ്കിൽ തന്നെയും അതിന്റെ ലെവല് ഡിഫറെന്റ് ആയിരിക്കും. എൻ്റെ ഉള്ളതുപോലെ ആയിരിക്കില്ല മുബീനയിലുള്ളത്. ഞാൻ ബോൾഡ് ആണെങ്കിൽ അതിനേക്കാൾ ബോൾഡ് ആണ് മുബീനെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ബോൾഡ്നെസ്. പക്ഷെ എന്റെ അതേ അളവിലല്ല മുബീനയ്ക്കുള്ളത്. അങ്ങനെ നമ്മളിലെല്ലാവരിലും ഉള്ള ഓരോ സ്വഭാവ സവിശേഷതകളിലും ഏറ്റക്കുറിച്ചിലുകൾ ഉണ്ടാവും. അത് സിമിലാരിറ്റി ഉണ്ട്, പക്ഷെ ആ സിമിലാരിറ്റിയിൽ തന്നെ ഡിഫറൻസ് വരും. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അതിപ്പോ അച്ഛനും മകനും ആണെങ്കിൽ ശരി, അമ്മയും മകളും ആണെങ്കിൽ ശരി, ഓക്കെ, സർട്ടൻ ആസ്പെക്ട്സിൽ അവര് സാദൃശ്യം ഉണ്ടായിരിക്കും, സിമിലാരിറ്റി ഉണ്ടാവും, പക്ഷെ എന്നാലും അവിടെ ഡിഫറൻസസ് വരും. എക്സാക്ട്ലി അലൈക്ക് എന്ന് തന്നെ പറയാൻ പറ്റില്ല. ഇപ്പൊ ഐഡന്റിക്കൽ ട്വിൻസ് അല്ലെ, കാണാനും കാഴ്ചയ്ക്കും എല്ലാം ഒരുപോലെ ഒക്കെ, പക്ഷെ അവര് തമ്മിൽ അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ്, അവരുടെ ബിഹേവിയറൽ പാറ്റേണിലും വ്യത്യാസങ്ങൾ കാണും. 2 ഇൻഡിവിജ്വൽസ് സിമിലർ അല്ല എന്നാണ് പറയുന്നത്. ഐഡന്റിക്കൽ ട്വിൻസ് ആണെങ്കിൽ പോലും അവരുടെ ഏതെങ്കിലും ഒരു കാര്യങ്ങളിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഐഡന്റിക്കൽ ട്വിൻസിൽ ഒരാള് പാട്ട് പാടുന്നുണ്ട്, ഒരാൾക്ക് ഡാൻസിലായിരിക്കും കൂടുതൽ താല്പര്യം, അങ്ങനെയും വരാം. അവരുടെ ഇന്റലിജൻസ്, ബുദ്ധിയിലെ വ്യത്യാസം ഉണ്ടായിരിക്കും. ആപ്റ്റിറ്റ്യൂഡ്, അവരുടെ ചിന്താശക്തി, ഇൻട്രസ്റ്റ്, ആറ്റിറ്റ്യൂഡ് ആൻഡ് അതർ പേഴ്സണാലിറ്റി ട്രേറ്റ്സ്, അങ്ങനെ എല്ലാത്തിലും ഏതെങ്കിലും രീതിയിലുള്ള വ്യത്യാസങ്ങൾ ഇൻഡിവിജ്വൽസ് തമ്മിലുണ്ടാകും. അവരെ ഒരാളിൽ നിന്നും മറ്റൊരാളിൽ നിന്നൊക്കെ വേർതിരിച്ച് നിർത്തുന്നത് ഈ ഒരു പെക്യൂലിയാരിറ്റീസ് ഒക്കെ ആയിരിക്കും, സവിശേഷതകളായിരിക്കും. ഇനി നേച്ചർ ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ്. അതിനു മുമ്പ് ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഇൻഹെറിറ്റഡും ഒന്ന് അക്വയർഡും. ഇൻഹെറിറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറ്റിക് ആയിട്ട് വരുന്നത്. ഓക്കെ, നമുക്ക് നമ്മളുടെ പാരന്റ്സിനോ ഗ്രാൻഡ് പാരന്റ്സിനോ ഒക്കെ കിട്ടുന്ന ചില കാര്യങ്ങൾ. പിന്നെ അക്വേർഡ്, നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നു, അതും വരും ഈ ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. ശരിയല്ലേ? സ്പെല്ലിംഗ് പറയാമോ? പറയാം. ഇൻഹെറിറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതിയിട്ട് ഇൻഡിവിജ്വൽ ഡിഫറൻസ് എഴുതിയിട്ട് ഒരു ലൈൻ വരച്ച് അതിന്റെ താഴെ 2 ആരോ ആയിട്ട്, ഒരു ആരോയുടെ താഴെ ഇൻഹെറിറ്റഡ്, INHERITED, ജനറ്റിക്. അതാണ് നമുക്ക് നമ്മുടെ തലമുറ ഇങ്ങനെ പകർന്ന് കിട്ടുന്നതുണ്ടല്ലോ. ഇൻഹെറിറ്റഡ്, INHERITED. രണ്ടാമത്തത് അക്വേർഡ്, നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്, ACQUIRED.
ഇൻഹെറിറ്റഡില്, അതായത് നമ്മൾക്ക് ജനറ്റിക് ആയിട്ട് നമ്മുടെ പാരന്റ്സിന്ന്, ഗ്രാൻഡ് പാരന്റ്സിന്ന്, അങ്ങനെ നമ്മളുടെ ആ ഒരു ജനറേഷൻ അങ്ങനെ കിട്ടുന്നതില് ഫസ്റ്റ് വൺ ആണ് ഫിസിക്കൽ. ഹൈറ്റ് അല്ലെ, ഫിസിക്കൽ എന്ന് പറയുമ്പോൾ ഹൈറ്റ് വരാം, ഇപ്പൊ പൊക്കം കുറഞ്ഞത്, അപ്പൊ പൊക്കം കുറവ് വരാം, പൊക്കം കൂടുതൽ വരാം അല്ലെ. പിന്നെ കളർ, കോംപ്ലക്ഷൻ, അമ്മയുടെ കളറാണ് അച്ഛന്റെ കളറാണ്, അല്ലെങ്കിൽ അച്ഛന്റെ കളറാണ് അമ്മയുടെ കളറാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയില്ലേ നമ്മളെ കുറിച്ചൊക്കെ ഓരോരുത്തരെ. പിന്നെ വണ്ണം, ഫാറ്റ്നെസ്, ഇപ്പൊ അമ്മയ്ക്ക് വണ്ണുണ്ടെങ്കിൽ അതുപോലെ, അല്ലെങ്കിൽ അമ്മയുടെ അമ്മയ്ക്ക് വണ്ണമുണ്ട് അമ്മയ്ക്ക് പക്ഷെ വണ്ണമില്ല, അങ്ങനെ ഇപ്പൊ വണ്ണം കിട്ടിയിരിക്കുന്നത് അമ്മൂമ്മയുടെ നിന്നാണോ അച്ഛമ്മയുടെ നിന്നാണോ എന്നൊക്കെ പറയാറില്ല ഗ്രാൻഡ് പാരന്റ്സിലേക്ക് വെച്ചിട്ട്. പിന്നെ അല്ലെങ്കിൽ മെലിഞ്ഞ ഇതാണെങ്കിൽ അപ്പൊ അതെല്ലാം ഫിസിക്കൽ ഡിഫറൻസ്. നമ്മൾ എന്താ പറഞ്ഞ, ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഒന്ന് ജനറ്റിക് ഇൻഹെറിറ്റൻസ്, മറ്റേത് അക്വേർഡ്, ഇൻഹെറിറ്റഡ് ഓർ ആൻഡ് അക്വേർഡ്. ഇൻഹെറിറ്റഡിലെ ഫസ്റ്റ് വണ്ണാണ് നമ്മൾ പറഞ്ഞത് ഫിസിക്കൽ ഡിഫറൻസ്. അത് ഹൈറ്റിൽ വരാം, വെയിറ്റിൽ വരാം, കോംപ്ലക്ഷനിൽ വരാം അല്ലെ. അതാണ് ഫിസിക്കൽ ആയിട്ട് വരുന്ന ഡിഫറൻസസ്. ഇനി മെന്റൽ, അടുത്തത് മാനസികമായിട്ടുള്ളത് മെന്റൽ ഡിഫറൻസസ്. നമ്മളുടെ തോട്ട്സ്, തിങ്കിങ് എല്ലാം വരാം. ചിലപ്പോ ബുദ്ധി പറയുമ്പോ ഇവന്റെ അമ്മാവന്റെ ബുദ്ധിയാണെന്നൊക്കെ അങ്ങനെയൊക്കെ പറയില്ലേ. അങ്ങനെ ജനറ്റിക് ആയിട്ട് ഇന്റലിജൻസ്, ചിലരിൽ മാത്സ് ആയിരിക്കും ചിലർക്ക് താല്പര്യം, അച്ഛന് മാത്സ് ആയിരുന്നു അതുകൊണ്ട് മകനും മാത്സ്, അല്ലെങ്കിൽ മകളും മാത്സ്, അല്ലെങ്കിൽ സയൻസിനോടാണ് താല്പര്യമെങ്കിൽ അമ്മയും സയൻസിൽ തന്നെയായിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ് പറയും. അപ്പൊ ആ ഒരു ഇന്റലിജൻസ് എല്ലാം വരുന്നത് ആ ഒരു ഇതിൽ വരും. IQ ലെവൽ, ഇന്റലിജൻസ് എല്ലാം വരുന്നത്. പിന്നെ ആറ്റിറ്റ്യൂഡ്സ്, അത് നമ്മുടെ മനോഭാവം, മൂഡ് സിങ്സ്, പലപ്പോഴും അത് മെന്റൽ ഇൻഡിവിജ്വൽ ഡിഫറൻസിലാണ് വരുന്നത്. പല മൂഡ്സ്, മൂഡ് ചേഞ്ച് അങ്ങനെയുള്ള. ഓക്കെ, നെക്സ്റ്റ് നമ്മള് അക്വേർഡ് പറയാം. നമ്മള് ഇൻഹെറിറ്റഡ് പറഞ്ഞു, ഫിസിക്കൽ, മെന്റൽ, ടെമ്പറാമെന്റൽ എന്ന് പറഞ്ഞിട്ട് അതാണ് മൂഡ് സിങ്സ് കേട്ടോ. 3 ആയിട്ടാണ് ഇൻഹെറിറ്റഡിനെ ഡിവൈഡ് ചെയ്തേക്കണേ. ഫിസിക്കൽ, മെന്റൽ, പിന്നെ ടെമ്പറാമെന്റൽ, TEMPERA, മെന്റൽ, ടെമ്പറാമെന്റൽ. അത് മൂഡ്സ്, ഇമോഷൻസ് അതെല്ലാം ഈ ടെമ്പറാമെന്റലിൽ വരും. നെക്സ്റ്റ് അക്വേർഡ്. അക്വേർഡായ നമ്മൾ ആർജിച്ചെടുത്തത്, നമ്മളായിട്ട് തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അത് 4 സെക്ഷനിൽ വരും, 4 ലെവൽസിൽ. സോഷ്യൽ, കൾച്ചറൽ, എഡ്യൂക്കേഷണൽ ആൻഡ് ഇമോഷണൽ. നമ്മൾ അക്വയർ ചെയ്തെടുക്കുന്നത് സോഷ്യൽ, കൾച്ചറൽ, എഡ്യൂക്കേഷണൽ, ഇമോഷണൽ. പലപ്പോഴും ഈ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഒരു കുട്ടിയുടെ റീഡിങ്, റൈറ്റിംഗ്, ലേണിംഗ് അതിലെല്ലാം നല്ലപോലെ നമുക്ക് റിഫ്ലക്ട് ചെയ്ത് മനസ്സിലാവും. പിന്നെ കുട്ടിയുടെ മൂവ്മെന്റ്സിലും ഈ ഇൻഡിവിജ്വൽ ഡിഫറൻസ് മനസ്സിലാകും. മോട്ടോർ എബിലിറ്റി, ഡിഫറെന്റ് ഏജസിൽ ആ ഒരു മോട്ടോർ എബിലിറ്റി മനസ്സിലാകാനായിട്ട് പറ്റും.
നമ്മളുടെ ഒരു പേഴ്സണാലിറ്റിയുടെ ഡിഫറൻസ് വരുന്നതാണ് സോഷ്യൽ, കൾച്ചറൽ അല്ലെ, കൾച്ചറൽ ഡിഫറൻസസ് ഒക്കെ വരുന്നത് നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ഡിഫറൻസ് ആണ്. എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? അക്വേഡില് സോഷ്യൽ, കൾച്ചറൽ, എഡ്യൂക്കേഷണൽ, ഇമോഷണൽ. ചിലര് എന്താ പറയുക, ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ച് അവരങ്ങ് ആ നോളജ് അക്വയർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ചിലർക്ക് ബൈ ബർത്ത് ആയിട്ട് അവർക്ക് ആ ഒരു ഇന്റലിജൻസ് ഉണ്ടാവും, ജനറ്റിക് അങ്ങനെ കിട്ടുന്നത്. പക്ഷെ ചിലർ അങ്ങനെയല്ല, നല്ലപോലെ കഷ്ടപ്പെട്ട് പഠിച്ച് ആ എഡ്യൂക്കേഷൻ ഫീൽഡിൽ നല്ല ലെവലാകുന്നവരുണ്ട്. അത് അക്വേർഡ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആണ്. സോഷ്യൽ, കൾച്ചറൽ, എഡ്യൂക്കേഷണൽ, ഇമോഷണൽ. സ്ത്രീകളാണ് ഈ ഒരു കാര്യങ്ങളിൽ കൂടുതൽ കമ്പാരിറ്റീവ്ലി മെന്നിനേക്കാളും ബെറ്റർ എന്നാണ് പറയുന്നത്. ഇമോഷണൽ റിയാക്ഷൻ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇമോഷണൽ സ്റ്റെബിലിറ്റി. പെട്ടെന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്ന സൗണ്ട് ഇല്ല. സൗണ്ട് ഇല്ല. കേൾക്കുന്നുണ്ട്. കേൾക്കുന്നില്ല? കേൾക്കുന്നുണ്ട്. നസിമിക്ക് കോള് വല്ലതും വന്നിരുന്നോ? ഫോണിലാണോ? പോയോ? എന്താ പറയുക, ഇമോഷണൽ ഡിഫറൻസസ്. ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ഷൗട്ട് ചെയ്യാം, അല്ലെങ്കിൽ അത് അൺകൺട്രോളബിൾ ആയിട്ട് ചിലപ്പോൾ ചിലർ റിയാക്ട് ചെയ്യുന്നതാണ് അല്ലെ. ആ ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി ശരിയാകാത്തത് കൊണ്ടാണ്. ഇമോഷണൽ ഡിഫറൻസ് ഒരു നല്ലൊരു ഇൻഡിവിജ്വൽ ഇമോഷണൽ റിയാക്ഷൻ അത് നല്ലൊരു ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആണ്. സർട്ടൻ സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാകുന്നതാണ് ആ ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. ചിലര് വളരെ പീസ്ഫുൾ ആയി നിൽക്കും എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും. അവർക്ക് പെട്ടെന്നൊന്നും ദേഷ്യം വരില്ല ആ ഒരു സിറ്റുവേഷനിൽ. അതാണ് ഇമോഷണൽ ഡിഫറൻസിന് നല്ലൊരു പാർട്ട് എന്ന് പറയുന്നത്. അതായത് പ്രിപ്പയർഡ് ആയിരിക്കും അവര്. എപ്പോഴും ബെസ്റ്റ് മാത്രമായിരിക്കില്ല അവർ മനസ്സിൽ വിചാരിക്കുന്നത്. അവര് ബെസ്റ്റ് നടത്തണം, പക്ഷെ എന്നാലും പ്രിപ്പയർഡ് ഫോർ ദ വേസ്റ്റ്. എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചു, ചില സിറ്റുവേഷൻ എന്ത് തന്നെയായാലും അതിനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവരിൽ ഇമോഷണൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. പിന്നെ കൾച്ചറൽ ഡിഫറൻസസ് അല്ലെ, പല കൾച്ചറിൽ ആയിരിക്കും. നമ്മളിപ്പോ പല ജില്ലയിലും ആ ജില്ലയിൽ തന്നെ പല നാട്ടിലുള്ളവർക്കും പല രീതിയിലുള്ള കൾച്ചർ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ ജെൻഡർ ഡിഫറൻസ്, അതിൽ ഇൻഡിവിജ്വൽ ഡിഫേഴ്സ് ഉണ്ട്. സാധാരണ പറയുന്നത് മെൻ ആർ സ്ട്രോങ് ഇൻ മെന്റൽ പവർ എന്നാ പറയുന്നത്. എനിക്ക് തോന്നുന്നില്ല. ഓൺ ദ അതർ ഹാൻഡ് വുമൺ ഓൺ ദ ആവറേജ് ഷോ സ്മോൾ സുപ്പീരിയോറിറ്റി ഓവർ മെൻ ഇൻ മെമ്മറി. മെമ്മറിയുടെ കാര്യത്തിലും ലാംഗ്വേജിന്റെ കാര്യത്തിലും ഈസ്തറ്റിക് സെൻസ് മറ്റേ കലാപരമായതിലും എല്ലാം വുമൺ കുറച്ചുകൂടെ മെനിനേക്കാൾ സുപ്പീരിയർ ആയിരിക്കും എന്ന് പറയുന്നു. പിന്നെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എടുക്കാനായിട്ട് വുമൺ ആണ് കുറച്ചുകൂടെ നല്ലതെന്ന് പറയുന്നു. പിന്നെ അതുപോലെ തന്നെ എമോഷൻസിന്റെ ബെറ്റർ കൺട്രോൾ അതെല്ലാം അങ്ങനെ പറയുന്നുണ്ട്. എനിക്ക് അത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. പിന്നെ ഏജ്, ഇൻഡിവിജ്വൽ ഡിഫറൻസിന്റെ വേറൊരു ഫാക്ടറാണ് ഏജ്. ജെൻഡർ ഇതൊക്കെ ഇതിന്റെ ഓരോ ഫാക്ടേഴ്സ് ആണ് കേട്ടോ. ഏജിനനുസരിച്ചും ജെൻഡറിനനുസരിച്ചും ആളുകളിൽ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് വരാം. ചിലപ്പോ ഈ അഡ്ജസ്റ്റ്മെന്റ്, കോംപ്രമൈസിങ് കപ്പാസിറ്റി ഏജ് കൂടുന്നതിനനുസരിച്ച് നാച്ചുറലി കൂടും എന്നാണ് പറയുന്നത്. പിന്നെ ഇമോഷൻസിന് ബെറ്റർ കൺട്രോൾ കിട്ടും ഏജിനനുസരിച്ച്. അതായത് കുട്ടികളിൽ വകതിരിവ് ഉണ്ടാവും നമ്മൾ പറയില്ലേ, അവരൊരു ഏജ് മെച്യൂരിറ്റിയിലേക്കൊക്കെ വരുമ്പം അവർക്ക് വകതിരിവ് ഉണ്ടാവും. അവരുടെ ഡെവലപ്മെന്റ് സ്റ്റേജ് ആണത്. പിന്നെ എഡ്യൂക്കേഷന്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളുടെയും അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളുടെയും ബിഹേവിയറിൽ നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലെ.
പിന്നെ എഡ്യൂക്കേഷനിലെ ഇൻഡിവിജ്വൽ ഡിഫറൻസിന്റെ ഒരു ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ക്ലാസിന്റെ സൈസ്. അതായത് ഒരു 50 കുട്ടികളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ 50-ൽ കൂടുതൽ ഉണ്ടെങ്കിൽ ഒരു ടീച്ചർക്ക് മാനേജ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ഫെസിലിറ്റേറ്റർക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ശരിക്കും 20 സ്റ്റുഡൻസ് ആണ് ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു ഫെസിലിറ്റേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ക്ലാസിന്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് ഇൻഡിവിജ്വൽ ഡിഫറൻസിന് പ്രത്യേക റോൾ ഉണ്ട്. ടീച്ചർ ശ്രദ്ധിക്കുന്ന കുട്ടികളിലെ ബിഹേവിയറൽ പാറ്റേൺ വ്യത്യാസം ഉണ്ടാവും. ടീച്ചറുടെ ശ്രദ്ധ കിട്ടാതെ പോകുന്ന കുട്ടികളിലെ ബിഹേവിയറൽ പാറ്റേൺ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് കുട്ടികളെ ഗ്രൂപ്പ് ആക്കിയിട്ട് ആക്ടിവിറ്റി കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഈ വലിയ ഗ്രൂപ്പിനെ, വലിയ ക്ലാസ് 50 കുട്ടികളുള്ളവരെ നമ്മളൊരു 3-4 ഗ്രൂപ്പ്സ് ആക്കുവാണെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് അവരിലേക്ക് ആക്ടിവിറ്റീസും അറ്റൻഷനും കൊടുക്കാനായിട്ട് പറ്റും. എപ്പോഴും ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഇതുപോലുള്ള വലിയ ഗ്രൂപ്പുകളിൽ നന്നായിരിക്കും. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസിൽ ഞാൻ എക്സ്ട്രാ ആയിട്ട് പറഞ്ഞത്. നമ്മളുടെ PDF-ലേക്ക് ഞാൻ വരണേ ഉള്ളൂ. അത് നിങ്ങൾക്കൊരു ഇൻട്രോ കിട്ടിയല്ലോ, എന്താണ് ഇൻഡിവിജ്വൽ ഡിഫറൻസ്, എന്തുകൊണ്ടാണ് നമ്മളിൽ ഓരോരുത്തരിലും ആ ഒരു കപ്പാസിറ്റി പൊട്ടൻഷ്യൽ ഉണ്ട്. നമ്മളുടെ മുമ്പിൽ വരുന്ന ഓരോ വ്യക്തിയിലും അതുണ്ട്. നമ്മളെ പോലെ തന്നെ ആണെന്ന് പറഞ്ഞാലും അതിൽ തന്നെ വ്യത്യാസങ്ങളുണ്ട്, സിമിലാരിറ്റി ഉണ്ട്. ആ സിമിലാരിറ്റിയിൽ തന്നെ ഡിഫറൻസസ് ഉണ്ടാകും എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അമ്മയും മകളാണെങ്കിലും ശരി, ഐഡന്റിക്കൽ ട്വിൻസ് ആണെങ്കിലും ശരി. നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിനെപ്പറ്റി നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ ഫ്രൈഡേ ആണല്ലേ നമ്മൾ കാണാം. ഓക്കെ, എന്നാ വൈൻഡപ്പ് ചെയ്യാം. മാം ഇംഗ്ലീഷിന്റെ നോട്ട്സ് ഒന്ന് സെൻഡ് ചെയ്ത് തരാൻ പറയാവോ? ഇംഗ്ലീഷിന്റെ നോട്ട്സോ? അത് ആണോ? അതല്ല, അത് ഫസ്റ്റ് മൊഡ്യൂളിന്റെ നല്ല ക്ലാസ് എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് അത് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് അതിന് മുമ്പ് കിട്ടിയിരുന്നെങ്കിൽ ക്ലാസിന്റെ കൂടെ നമുക്കത് നോക്കായിരുന്നു. മനസ്സിലായി. പറയാട്ടോ. അതിന് മൊഡ്യൂൾ അയച്ചിട്ടില്ല അല്ലെ? 2 ആണല്ലേ? മോഡ്യൂൾ 2 ആണ്. 17 യൂണിറ്റ്സ് ഉണ്ട്. നെക്സ്റ്റ് വീക്കിൽ, അതായത് നെക്സ്റ്റ് മൺഡേ അടുത്ത റെക്കോർഡ് എഴുതേണ്ടതിന്റെ ഡീറ്റെയിൽസ് ഞാൻ തരാം, ക്ലാസ് റൂം ചാനലിൽ വിട്ടേക്കാം. പിന്നെ ഈ എടുത്ത എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെയും ഡിഫൻസ് മെക്കാനിസത്തിന്റെ ലിങ്കും ഞാൻ ഷെയർ ചെയ്തേക്കാം. എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെയും ഡിഫൻസ് മെക്കാനിസത്തിന്റെയും ക്വസ്റ്റ്യൻ ആൻസർ. ഇനി ക്വസ്റ്റ്യന്റെ രീതിയാണെന്ന് മാറ്റുക, അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ മനസ്സിലാവും. ഓക്കെ, എന്നാ അതിന്റെ ചെയ്തോട്ടെ. മാം Thank you. മാം. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Okay, thank you, ma'am.